dear dancers, for that elegant and soul-touching performance. And now, please turn your attention to the screen as we share a special video tribute, a journey through the blessed life and mission of Father Matthew Poonat. ദൈവാനുഗ്രഹവും പ്രാർത്ഥനാ ചൈതന്യവും നിറഞ്ഞ ശാന്തനും സൗമ്യനും പ്രസന്നനുമായ പൂനാട്ട് മാത്യുവച്ചൻ ഇന്ന് 90ലേക്ക് പ്രവേശിക്കുന്നു. 1936 ജൂൺ 27 പൂനാട്ട് മത്തായി ഏലി ദമ്പതികളുടെ 8 മക്കളിൽ 5ാമനായി മാത്യുവച്ചൻ എന്ന പുണ്യപുഷ്പം കാര്യമറ്റം എന്ന സുന്ദരമായ കൊച്ചു ഗ്രാമത്തിൽ വിരിഞ്ഞു. ആയവന LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും വാഴക്കുളം ഇൻഫന്റ് ജീസസ് സ്കൂളിൽ 1955 ഹൈസ്കൂൾ പഠനവും പൂർത്തിയാക്കി. കോതമംഗലം രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ മാത്യു പോത്തനാമൊഴി പിതാവ് വാഴക്കുളം ഇടവക വികാരിയായിരുന്ന കാലഘട്ടത്തിലാണ് ആത്മീയ മാനവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നേറിയ കൊച്ചു മാത്യുവിനെ പൗരോഹിത്യത്തിലേക്ക് നയിച്ചത്. പിതാവിന്റെ ജീവിതാനുഭവങ്ങളുടെ ഊഷ്മളത നിറഞ്ഞ ദൈവിക ചിന്തകൾ പ്രതിഫലിക്കുന്ന പ്രസംഗങ്ങളും ജീവിത വിശുദ്ധിയുമാണ് മാത്യുവച്ചനെ തന്റെ ജീവിതം ഈശോയ്ക്ക് സമ്പൂർണമായി സമർപ്പിക്കാൻ ഉൾപ്രേരകമായത്. 1955 എറണാകുളം SH മൈനർ സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ചു. 1957 മുതൽ നീണ്ട 7 വർഷം ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചതിനു ശേഷം 1963 ഡീക്കൻ പട്ടം സ്വീകരിച്ചു. 1964 മാർച്ച് 10 മാത്യുവച്ചൻ വൈദിക പട്ടം സ്വീകരിച്ചു. മാത്യുവച്ചൻ കരിമണ്ണൂർ സെന്റ് മേരീസ് ഇടവകയിൽ സഹവികാരിയായാണ് തന്റെ അജപാലന ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചത്. തിരക്കേറിയ അജപാലന ശുശ്രൂഷയ്ക്കിടയിലും
1977 പൊളിറ്റിക്കൽ സയൻസിൽ പ്രശസ്തമായ രീതിയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് വാഴക്കാല, ചിലവ്, പന്നിമറ്റം, കോടിക്കുളം, തോക്കുപാറ, പൊട്ടൻകാട്, മാലിപ്പാറ, പാറത്തോട്, കല്ലാനിക്കൽ, വെള്ളയാങ്കുടി, മാറുക, കല്ലൂർക്കാട്, കലയന്താനി, ആനിക്കാട് തുടങ്ങിയ 20 ഇടവകകളിൽ വികാരിയായും അധ്യാപകനായും ആത്മീയ പിതാവായും 47 വർഷം സുദീർഘമായ സേവനമനുഷ്ഠിച്ചു. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നതാണല്ലോ ഒരു വൈദികന്റെ പ്രാഥമിക കർത്തവ്യം. അച്ഛൻ സേവനമനുഷ്ഠിച്ച ഇടവകകളിലെല്ലാം അജഗണങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി അനന്യമായ രീതിയിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. കൃത്യമായ ഭവന സന്ദർശനം, വാർഡ് മീറ്റിംഗുകൾ, പ്രാർത്ഥനാ സമ്മേളനം, മിഷൻ ധ്യാനങ്ങൾ എന്നിവയിലൂടെ അച്ഛൻ ഇടവകയ്ക്ക് ആത്മീയ ഊർജം പകർന്നു. ക്രാന്തദർശിയായ മാത്യു അച്ഛൻ കോതമംഗലം രൂപതയിൽ കുടുംബ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കല്ലാനിക്കൽ ഇടവകയിൽ സേവനം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ കൂട്ടായ്മ എന്ന ആശയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബ കൂട്ടായ്മ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു. സെമിനാറുകൾ, മാർഗദർശന ക്യാമ്പുകൾ, വിനോദയാത്രകൾ എന്നിവയിലൂടെ ഇടവകയിലെ വിവിധ പ്രായത്തിലുള്ള അജഗണത്തെ ഒന്നിച്ചുകൂട്ടി അവരുടെ ആത്മീയവും ധാർമ്മികവുമായ മുന്നേറ്റത്തിന് അച്ഛൻ ഊന്നൽ നൽകി. മതബോധന രംഗം കാര്യക്ഷമമാക്കുന്നതിനും അൾത്താര ബാലസംഘത്തെ ശക്തിപ്പെടുത്തുന്നതിനും ഭക്തസംഘടനകളുടെ പ്രവർത്തനങ്ങളെ ഊർജ്ജസ്വലമാക്കുന്നതിനും അച്ഛൻ നിരന്തരം ജാഗ്രത പുലർത്തിയിരുന്നു. അജഗണങ്ങളുടെ ആത്മീയ മുന്നേറ്റത്തിനു മാത്രമല്ല, സമൂഹത്തിന്റെ ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി പ്രശംസനീയമായ ഇടപെടലുകൾ മാത്യു അച്ഛൻ നടത്തിയിട്ടുണ്ട്. ചിലവ് ഇടവകയിൽ സേവനം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഭവനരഹിതർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി. 1976 മുതൽ അച്ഛൻ തോക്കുപാറ സേവനമനുഷ്ഠിക്കുമ്പോൾ കുടിവെള്ളത്തിന്റെ രൂക്ഷമായ ക്ഷാമം അനുഭവിച്ചിരുന്ന ഒരു ജനത അവിടെ ഉണ്ടായിരുന്നു. പള്ളിയോടനുബന്ധിച്ച് അച്ഛൻ കാരിത്താസിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ കുടിവെള്ള വിതരണ പദ്ധതി അന്നും ഇന്നും തദ്ദേശവാസികൾക്ക് വലിയൊരു അനുഗ്രഹമായി പരിലസിക്കുന്നു. അച്ഛൻ സേവനം ചെയ്ത മറ്റിടവകകളിലെല്ലാം വിദ്യാഭ്യാസ സഹായത്തിനും ചികിത്സാ സഹായത്തിനും കൃഷി സഹായത്തിനുമായി ഉദാരമായ സംഭാവനകൾ നൽകിയിരുന്നു. കോതമംഗലം രൂപതയിലെ ഹൈറേഞ്ച് മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം ഒരു വിദൂര സ്വപ്നമായിരുന്ന കാലഘട്ടത്തിലാണ് പാറത്തോട്, കമ്പളികണ്ടം തുടങ്ങിയ മേഖലകളിലെ കുട്ടികൾക്ക് ആശ്വാസമായി പാറത്തോട് സെന്റ് സേവിയേഴ്സ് കോളേജ് എന്ന സ്ഥാപനം രൂപത തുടങ്ങിയത്. അതിന്റെ പ്രഥമ പ്രിൻസിപ്പളായും അധ്യാപകനായും മാത്യു അച്ഛൻ 1989 മുതൽ 1985 വരെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചു. 1989 മുതൽ 9 വർഷം അച്ഛന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു. കല്ലാനിക്കൽ ഇടവകയിലെ തന്റെ 4 വർഷത്തെ സേവനത്തിനു ശേഷം സുഗന്ധവ്യഞ്ജന വാണിജ്യ കേന്ദ്രമായ കട്ടപ്പനയോട് ചേർന്നുള്ള വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഇടവക വികാരിയായി 1989 മാർച്ച് 10 മാത്യു അച്ഛൻ ചാർജ് എടുത്തു. ആദ്യത്തെ 2 വർഷങ്ങൾ അച്ഛൻ ഇടവകയുടെ സ്പന്ദനം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഇടവക ദേവാലയത്തിന്റെ ഭൗതിക സൗകര്യങ്ങൾ പരിമിതമായിരുന്നു. വിവിധ തലത്തിലുള്ള കൂടിയാലോചനകൾക്കു ശേഷം ഒരു പുതിയ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തു. ചിറ്റുപന്റെ ഈ ഒരു നവതി ആഘോഷം ഞങ്ങൾ പൂനാട്ട് കുടുംബയോഗം ഒരു നവതി ആഘോഷമായിട്ട് ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ നവതി ആഘോഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ചിറ്റുപന്റെ ഈ 90 വയസ്സിലുള്ള ഈ യാത്രയിൽ ചിറ്റുപന്റെ ഏറ്റവും മഹത്തായ ഒരു സംരംഭമായിരുന്നു വെള്ളയാങ്കുടി പള്ളിയുടെ നിർമ്മാണവുമായിട്ടുള്ളത്. അപ്പൊ ചിറ്റുവിന് അന്നേരത്തെ ആ സാഹചര്യത്തെ കുറിച്ച് ചിറ്റുവിന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാം. സമസ്ത എതിർഭാഗങ്ങൾക്കും ശ്രദ്ധാ കേന്ദ്രവും ആത്മീയ വിളക്കുമായി ഈ ദേവാലയം ഇന്ന് പരിഹസിക്കുന്നു. ദേവാലയത്തിന്റെ നിർമ്മാണത്തിന്റെ പ്രഥമഘട്ടത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. വലിയ
സാമ്പത്തിക മൂലധനം ഒന്നുമില്ലാതെ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്താണ് ഈ പള്ളിയുടെ പണി നിർവഹിച്ചത്. ഇടവകയെ ഏതാണ്ട് 7 വാർഡുകളായി തിരിച്ച് ഓരോ ചൊവ്വാഴ്ചയും പള്ളിയുടെ കമ്മിറ്റിക്കാർ വീടുകൾ കയറി ഇറങ്ങി പിരിവെടുത്താണ് ഓരോ ആഴ്ചയിലേക്കുള്ള പണിക്കും കൂലി കൊടുക്കാനും അതുപോലെ സിമെന്റ് തുടങ്ങിയ സാധന സാമഗ്രികൾ വാങ്ങാനും പണമുണ്ടാക്കിയത്. ഇന്ന് വെള്ളയാങ്കുടി നിവാസികളുടെ ആത്മീയ തേജസ്സായി പരിലസിക്കുന്ന പരിശുദ്ധമായ ഇടവക ദേവാലയം അച്ഛന്റെ ദീർഘവീക്ഷണത്തിന്റെയും നിസ്തന്ത്രമായ കഠിനാധ്വാനത്തിന്റെയും പരിണിത ഫലമാണ്. +2 വിദ്യാഭ്യാസം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കി 2001 മാത്യു അച്ഛൻ മാർഗ ഇടവക വികാരിയായിരുന്നപ്പോൾ ഇടവകയോട് ചേർന്നുള്ള വഴിത്തലയിൽ ഹയർ സെക്കൻഡറി വിദ്യാലയ നിർമ്മാണം ആരംഭിച്ചു. 2002 ഫെബ്രുവരി 4 ബഹുമാനപ്പെട്ട മന്ത്രി PJ ജോസഫിന്റെ സാന്നിധ്യത്തിൽ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് സ്കൂളിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. കല്ലൂർക്കാട് ഇടവകയിൽ ഇടവക ജനത്തിന്റെ ദീർഘകാല സ്വപ്നമായിരുന്ന മനോഹരമായ ഓഡിറ്റോറിയം അച്ഛന്റെ ശ്രമഫലമായി നിർമ്മിച്ചതാണ്. 2011 മെയ് 21 അജപാലന ശുശ്രൂഷയ്ക്ക് വിരാമം കുറിച്ചുകൊണ്ട് ആനിക്കാട് ഇടവകയിൽ നിന്ന് വിരമിച്ച് മൂവാറ്റുപുഴ വാഴപ്പള്ളി ശാന്തി നിലയം വൈദിക മന്ദിരത്തിൽ തന്റെ വിശ്രമ ജീവിതം ആരംഭിച്ചു. ഊഷ്മളമായ മനുഷ്യബന്ധങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കിയ അച്ഛന്റെ നേതൃത്വത്തിൽ 2000 പൂനാട്ട് കുടുംബയോഗം എന്ന ആശയത്തിന് രൂപം കൊടുത്തു. തലമുറകൾക്ക് പൂനാട്ട് കുടുംബചരിത്രം വ്യക്തമാക്കുന്നതിനായി ചരിത്രത്തിന്റെ എല്ലാ ഏടുകളെയും കൂട്ടിച്ചേർത്ത് പൂനാട്ട് കുടുംബചരിത്രം എന്ന പുസ്തകം 2001 പ്രസിദ്ധീകരിച്ചു. കൃത്യനിഷ്ഠതയോടെ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കുടുംബയോഗ കമ്മിറ്റിക്ക് അച്ഛൻ രൂപം നൽകി. അന്നു മുതൽ എല്ലാ വർഷവും മെയ് മാസം 1-ാം തീയതി കുടുംബയോഗം സവിശേഷമാംവിധം നടത്തപ്പെടുന്നു. 89 വയസ്സ് പൂർത്തിയാക്കി ഇപ്പോൾ നവതിയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഈ 89 വർഷക്കാലത്തിനുള്ളിൽ ചിറ്റപ്പന്റെ പൗരോഹിത്യ ജീവിതത്തെ കുറിച്ചുള്ള വിലയിരുത്തലും വെളിപ്പെടുത്തലും ഒന്ന് പറയാമോ? ആരോഗ്യവും ആയുസ്സും ദൈവത്തിന്റെ ദാനമാണ്. മനുഷ്യന്റെ ആയുസ് 70, ഏറിയാൽ 80 എന്നാണ് ചൊല്ല്. ബൈബിൾ അപ്രകാരമാണ് പറയുന്നത്. ഏതാണെങ്കിലും ഈ 47 വർഷം രൂപതയിലെ വിവിധ പള്ളികളിൽ സേവനം അനുഷ്ഠിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ വിവിധങ്ങളാണ്. സന്തോഷം മാത്രമാണ് എനിക്ക് രേഖപ്പെടുത്താറുള്ളത്. ഓരോ പള്ളികളിലും അല്ലെങ്കിൽ ഓരോ പതിറ്റാണ്ടുകളിലും ഓരോ പള്ളികളിലായിരുന്നപ്പോഴും പരിപാലന ശുശ്രൂഷയിലെ ഒത്തിരി സന്തോഷമാണ് അനുഭവപ്പെട്ടില്ല. ഒരിക്കലും ഒരു നിരാശബോധന ഉണ്ടായിട്ടില്ല. സന്തോഷമായിട്ടാണ് ഓരോ ഇടവകയിലും സമയം ചെലവഴിച്ചത്. ഒരു പള്ളിയിലും വെറുതെ ഇരുന്നിട്ടില്ല. എല്ലാ പള്ളികളിലും എപ്പോഴും ആക്റ്റീവായിട്ട് സേവനം അനുഷ്ഠിച്ചു എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. പരിപാലന ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ വിളിയാണ്. അതിനാണ് ദൈവം വിളിച്ചത്. ആ രീതിയിൽ ഈ 47 വർഷം ഓരോ പള്ളികളിലായിരുന്നപ്പോൾ എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ആത്മീയ രംഗത്തും ചെയ്യാവുന്ന നന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ അലിവും ആർദ്രതയും കനിവും കാരുണ്യവും വിനയവും വിട്ടുവീഴ്ച മനോഭാവവും അച്ഛന്റെ മുഖമുദ്രയാണ്. He is very particular to achieve what he has set out to achieve. Never before in the history of our family has there been a person who has influenced profoundly all the members of our family. സ്നേഹബന്ധങ്ങൾ പരിപോഷിപ്പിച്ച് ആത്മീയ ചൈതന്യത്തോടെ പ്രസന്നതയോടെ ഉണർവോടെ മാത്യു അച്ഛൻ തന്റെ ജീവിതം തുടരുകയാണ്. That was
truly heartwarming and inspiring. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മാത്യു അച്ഛൻ്റെ അനുമോദന യോഗത്തിൽ പങ്കെടുത്ത് അനുമോദനം നേരുന്നതിനായിട്ട് വിശിഷ്ട അതിഥികളോട് വന്നിട്ടുണ്ട്. മുൻ മന്ത്രിയും തൊടുപുഴ MLA-യുമായ PJ ജോസഫ് സാറ് അടുത്ത ഒരു പരിപാടിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് സാറിന് ഞാൻ ആദ്യമേ തന്നെ എങ്ങനെ സ്വാഗതം നേരുന്നു. സാറിന് 2 വാക്ക് പറയാനായിട്ട് അവസരം. ഇന്ന് ജോസഫ് സാറ് ശതാഭിഷേകത്തിലേക്ക് കടക്കുകയാണ്. ശതാഭിഷേകം 84 വയസ്സ് പൂർത്തിയാവുകയാണ്. ഇവിടെ കൂടി ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ കൃത്യമായിട്ട് ജന്മദിനത്തിന്റെ ആശംസകൾ നേരുന്നു. അഭിമന്യ പുന്നക്കോട്ട് പിതാവേ, ബഹുമാനപ്പെട്ട മാത്യു പുന്നട്ടലച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ അഭിവാദ്യങ്ങൾ. ഈ പരിപാടിക്ക് നേരത്തെ ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വളരെ അത്യാവശ്യമായിട്ട് ബന്ധുവിൻ്റെ കല്യാണം വന്നതുകൊണ്ട് എനിക്ക് തൃശ്ശൂർ വരെ പോകേണ്ടതായിട്ട് അല്പം താമസിക്കുമെങ്കിൽ ഈ പരിപാടിയിലൂടെ വന്ന് അച്ഛന് ആശംസകൾ നേരുക എന്നുള്ളതാണ്. ഞാൻ അച്ഛനുമായിട്ടുള്ള അടുപ്പം മാറുകയും വികാരിയായിരിക്കുമ്പോഴാണ് കൂടുതൽ അടുപ്പം ഉണ്ടായത്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങാനും ഇവിടെ പറഞ്ഞ പോലെ എല്ലാ മേഖലകളിലും അച്ഛൻ പ്രവർത്തിച്ചെടുത്തെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് പോന്നിരിക്കുന്നത്. കഠിനാധ്വാനിയാണ്. അങ്ങനെ തീർച്ചയായിട്ടും ആത്മീയ രംഗത്ത് അതുപോലെ ജനങ്ങളുടെ ഉന്നമനത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് പൗരോഹിത്യ ജീവിതം വളരെ ദൈവത്തിന് ഹിതമനുസരിച്ച് മുന്നോട്ട് നീങ്ങിയ മുന്നോട്ടത്തിൽ നവതിയിലേക്ക് കിടക്കുന്ന ഈ അവസരത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. ഇനി ജനങ്ങളുടെ സേവനം ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള അംഗീകാരമാണ് ഈ ജനങ്ങൾ അച്ഛനൊരിക്കൽ കൂടി ജോസഫ് സാറിന് ജന്മദിനത്തിൻ്റെ ആശംസകളും അതോടൊപ്പം തന്നെ വളരെ തിരക്കേറിയ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് സന്നിഹിതനായി നാം ഏവരെയും അനുഗ്രഹിച്ചതിന് പ്രത്യേകമായ നന്ദി പറയുന്നു. It is now time to honor the distinguished guests who have joined us today to share in this celebration. We will now invite them to the stage. First and foremost, with great respect and love, we invite the man at the center of today's celebration, Reverend Father Matthew Punat, a priest of unwavering faith, humility and commitment, who continues to inspire us all through his life and ministry to kindly come forward and take his place on the stage. We now invite the following dignitaries to the stage. Bishop Mar George Punakote, Bishop Emeritus of Kodamangalam, whose decades of pastoral leadership and spiritual wisdom continue to illuminate our community.
Very Reverend Monsignor Dr. Pius Mele Kandathil, Vicar General of the Diocese and a distinguished academic whose scholarship and spiritual service are deeply valued. Very Reverend Father Dr. Manuel Pichilakatta, Vicar of Holy Maggie Forana Church, a devoted shepherd and spiritual guide for our parish community. Advocate Jodi Nellur, former MLA and dedicated public servant with a lifelong commitment to the welfare of the people. Mr. Joseph Vareke, former MLA, a senior and seasoned politician, leader known for his active role in social and political affairs. Mr. Babu Paul, former MLA, a respected public figure with a strong track record of service to the people of the region. Let's welcome them all with a big round of applause and gratitude for gracing this day with their presence. Now, as a symbol of wisdom, purity, and divine presence, we shall begin this auspicious celebration with the lighting of the ceremonial lamp. We invite our chief guest, His Excellency Bishop Mar George Punakoti, along with Reverend Father Matthew Punat and other dignitaries, to kindly come forward for the lamp lighting ceremony. To the dignitaries for gracing this moment and illuminating our gathering with your presence. To formally welcome you all to this meaningful occasion, I now invite Father Manuel Punat, Vice President of the Punat Family Association, to deliver the welcome address. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ,
സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. അഭിമന്യ മാർ ജോർജ് മടത്തിക്കടത്തെ പിതാവ് പള്ളിയിൽ വന്ന് കുർബാന മധ്യേ സന്ദേശം നൽകി പോവുകയുണ്ടായി. ഇന്ന് ഉച്ചകഴിഞ്ഞ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ സമ്മേളനം അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ മധ്യയിരിക്കുന്ന രൂപതയുടെ മുൻ ബിഷപ്പ് മാർ ജോർജ് പൊന്നുകൊണ്ടിൽ പിതാവിനെ കുറിച്ച് പറയുമ്പോഴും ഇന്ന് മാത്യുച്ചൻ പറഞ്ഞതുപോലെ, മടത്തിക്കടത്തെ പിതാവ് പറഞ്ഞതുപോലെ 70 വയസ്സ് ഏറിയാൽ 80 വയസ്സ്, അത് കഴിഞ്ഞ് ബോർഡ് ജീവിക്കുന്ന 2 പേരാണ് അഭിനന്ദ പിതാവും മാത്യുച്ചനും. 2 പേരെ കുറിച്ചും പറയുമ്പോൾ എനിക്ക് തോന്നുന്ന വലിയൊരു സാദൃശ്യം, വളരെ അടുക്കും ചിട്ടയും ക്രമവുമുള്ള ഒരു ജീവിതശൈലിയാണ് 2 പേർക്കും. എന്നും നടക്കാൻ പോകും, എന്നും ഈ എക്സസൈസ് ഉണ്ട്. ഫിസിക്കലായിട്ടുള്ള എക്സസൈസാണ് വാസ്തവത്തിൽ 2 പേരെയും ഈ 90-ലെത്തി ഇത്ര ഊർജ്ജസ്വലമായിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് അവർ സഹായിക്കുന്നത്. അഭിവന്ദ്യ പിതാവ് 35 വർഷക്കാലം രൂപതയുടെ ബിഷപ്പായിരുന്നു. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് അഭിവന്ദ്യ പിതാവിൻ്റേത്. ഈ വിരമിച്ച് വിശ്രമം ജീവിതം കഴിക്കുന്ന ഈ അവസരത്തിൽ പോലും പിതാവ് ഊർജ്ജസ്വലനാണ്. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ വളരെ കാര്യക്ഷമമായിട്ട് ഇപ്പോഴും ഇടപെടുന്നുണ്ട്, ഇടപെടാൻ വളരെയേറെ താല്പര്യമുണ്ട് എന്നതിൻ്റെ തെളിവാണ് അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്. ഇവിടെ കുട്ടമ്പുഴ രാജപാത തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളോടൊപ്പം ചേർന്ന് ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് സമരം നയിച്ച, പോലീസ് കേസ് പോലുമായി ആയിത്തീർന്ന വലിയൊരു സംഭവം. പിതാവിൻ്റെ ആ താല്പര്യവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും സ്നേഹവുമാണ് അത് കാണിക്കുന്നത്. അഭിനന്ദ പിതാവ് ഇന്ന് അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ അനുമോദന യോഗത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അനുമോദനം ആശംസിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അഭിനന്ദ പിതാവിന് പൂനാട്ട് കുടുംബയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. ജോസഫ് സാറ് നമ്മളെ അനുഗ്രഹിച്ച് പോയി. അതുപോലെ തന്നെ അടുത്തതായിട്ട് പലരുടെയും പേരുണ്ട് ലിസ്റ്റിൽ, അവർ ഇനിയും വരാനുണ്ട്. നമ്മുടെ മധ്യയിരിക്കുന്ന രൂപത വികാരി ജനറൽ പയസ് മലയക്കണ്ടത്തിൽ അച്ഛൻ, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അച്ഛൻ ഒരു വലിയ പണ്ഡിതനാണ്. ഒന്ന് വായിച്ചാൽ മനസ്സിൽ എന്താണ് വളരെ പതിഞ്ഞു പോകുന്ന ഒരു മെമ്മറി പവറിൻ്റെ ഉടമയാണ് അച്ഛൻ. അച്ഛൻ്റെ ദീർഘനാൾ ഇവിടെ ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. വിദേശത്ത് പോർച്ചുഗലിലും ജർമ്മനിയിലും ഒക്കെ ആയിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ പല സെമിനാറുകൾ, ടോക്സ്, പേപ്പേഴ്സ് എല്ലാം അവതരിപ്പിച്ച് അച്ഛൻ്റെ ആ പാണ്ഡിത്യം തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഒരു ഗ്രന്ഥകർത്താവാണ്. ഇന്നും പോർച്ചുഗലിലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു കൺസൾട്ടൻ്റ് കൂടിയാണ് അച്ഛന് ഇപ്പോഴും വളരെയേറെ പഠിച്ചും അതുപോലെ തന്നെ തൻ്റെ പാണ്ഡിത്യം മറ്റുള്ളവർക്ക് പങ്കുവെച്ചും സെമിനാറുകൾ നടത്തിയൊക്കെ പോകുന്ന അച്ഛന് ഈ യോഗത്തിലേക്ക് അനുമോദനം ആശംസിക്കാൻ വന്നിരിക്കുന്ന അച്ഛന് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലിരിക്കുന്ന അഡ്വക്കേറ്റ് ജോണി ദല്ലൂർ മോറ്റുപുഴയുടെ XMLA ആണ്. പൂനാട്ട് കുടുംബത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു ആളാണ്. എല്ലാ ഫംഗ്ഷനിലും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് വളരെ താല്പര്യം കാണിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല. ഈ നാട്ടുകാരനാണ്, XMLA ആണ്. നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒത്തിരി അക്ഷീണം പ്രയത്നിച്ച ആളാണ്, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ്. സമൂഹത്തിൽ പല വിധത്തിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ ജോസഫ് വാഴയ്ക്കൽ MLA XMLA, അദ്ദേഹം മോറ്റുപുഴയുടെ XMLA ആയിരുന്നു. മോറ്റുപുഴയിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം മോറ്റുപുഴയുടെ വികസനത്തിന് വേണ്ടി ഒത്തിരി പ്രയത്നിച്ചിട്ടുള്ള ആളാണ്. ഇന്നും അദ്ദേഹം ആ താല്പര്യം വിട്ടിട്ടില്ല. പല സമയത്തും പല കാര്യങ്ങളിലും മോറ്റുപുഴയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ജനതയോടുള്ള താല്പര്യം കൊണ്ട് ഇവിടെയും വീണ്ടും വീണ്ടും വന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.
ബാബു പോൾ MLA-യും മൂവാറ്റുപുഴയുടെ മുൻ MLA ആയിരുന്നു. അദ്ദേഹവും മൂവാറ്റുപുഴയുടെ വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഇടവക വികാരി പിച്ചളക്കാട്ടച്ചൻ എൻ്റെ വലിയ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അച്ഛനെക്കുറിച്ച് എല്ലാം നിങ്ങൾക്കറിയാം. തൊടുപുഴ ന്യൂമാൻ കോളേജിൻ്റെ ബർസാറായിരുന്നു. പിന്നീട് വൈസ് പ്രിൻസിപ്പളായി അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. കല്ലൂർക്കാട് ആയിരുന്നു കുറേ വർഷക്കാലം. അതിനുശേഷം ഇപ്പോൾ മൂവാറ്റുപുഴ ഫൊറോന പള്ളിയുടെ വികാരിയായിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വത്തിൻ്റെ കൂട്ടത്തിലും അച്ഛന് മറ്റൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ KCCയുടെ രൂപത ഡയറക്ടറാണ് അച്ഛന്. അദ്ദേഹം പല KCC വഴി സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ആ സംഘടന വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അച്ഛനെയും വളരെ ഹൃദ്യമായിട്ട് ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും ലിസ്റ്റിൽ അവശേഷിക്കുന്ന സിനി ബിജു പൂനാട്ട് കുടുംബാംഗമാണ്. പ്രത്യേകം സ്വാഗതം ആശംസിക്കേണ്ട കാര്യമില്ല. ഈ പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന കമ്മിറ്റിയിൽപ്പെട്ട ആളാണ്. പൂനാട്ട് കുടുംബത്തിൻ്റെ അഭിമാനമാണ് സിനി. കാരണം മൂവാറ്റുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണാണ്. സാമൂഹ്യമായിട്ട് രാഷ്ട്രീയമായിട്ട് വളരെയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സിനിക്കും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ യോഗത്തിൽ ആശംസ അറിയിക്കുവാനായിട്ട് കുടുംബയോഗത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ബേബി പൂനാട്ടുണ്ട്, അഡ്വക്കേറ്റ് സുനിൽ സിറിക്ക് പൂനാട്ടുണ്ട്, PJ തോമസ് പൂനാട്ടുണ്ട്. കമ്മിറ്റി അംഗങ്ങളാണ്. പൂനാട്ട് കുടുംബയോഗം വളരെ ഭംഗിയായിട്ട് ക്രമമായിട്ട് എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നതിന് ഇവർ വളരെയേറെ പ്രയത്നിക്കുന്നുണ്ട്. പല പ്രാവശ്യവും കമ്മിറ്റി കൂടിക്കൊണ്ട് അവരാണ് ഈ ഫംഗ്ഷനൊക്കെ, അവരും നേതൃത്വം കൊടുക്കുന്ന മറ്റ് കമ്മിറ്റി അംഗങ്ങളാണ് ഈ ഫംഗ്ഷനൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരെയും ഞാൻ ഹൃദ്യമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം നേരുകയാണ്. ഇനിയും ലിസ്റ്റിൽ അവശേഷിക്കുന്ന പേരുണ്ട്, അവരെത്തിച്ചേർന്നിട്ടില്ല. മാത്യു കുഴൽനാടൻ MLA, ഫ്രാൻസിസ് ജോർജ് MLA, ഫ്രാൻസിസ് ജോർജ് MP കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ് MP ലിസ്റ്റിലുണ്ട്. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സമയത്ത് കടന്നു വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. PC ജോസഫ് അദ്ദേഹം വന്നുപോയി. ഇനി സ്വാഗതം അർഹിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കുമാണ്. മാത്യു അച്ഛന് അനുമോദനം നേരാൻ വേണ്ടി ഇവിടെ വന്നിരുന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അച്ഛൻ്റെ സുഹൃത്തുക്കളുണ്ട്. വിവിധ ഇടവകകളിൽ നിന്നാണ്, അച്ഛൻ്റെ മാതൃ ഇടവകയിൽ നിന്നും, രണ്ടാറിൽ നിന്നും, മൂവാറ്റുപുഴയിൽ നിന്നും, അച്ഛൻ ഇരുന്നിട്ടുള്ള വിവിധ ഇടവകളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന അവരുണ്ട്. അവരെയും ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം നേരുകയാണ്. അവരെ മൂവാറ്റുപുഴയുടെ ഒരു നിറ സാന്നിധ്യമാണ് മൂവാറ്റുപുഴയുടെ പ്രിയങ്കരനായ MP, കോട്ടയം MP ശ്രീ ഫ്രാൻസിസ് ജോർജ്. അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല. ഊർജ്ജസ്വലനായ MP, ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന MP ശ്രീ ഫ്രാൻസിസ് ജോർജിനെ ഹൃദ്യമായിട്ട് ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Father, for those warm and heartfelt words. Now, we are truly privileged to have with us today a spiritual and visionary, Emeritus of Kodamangalam, Bishop Mar George Punnakotil, who will now deliver the keynote address. ജൂബിലൈനായ
പുനർച്ച സ്റ്റേജിൽ ആദരണീയരായ ഒത്തിരി വ്യക്തികളുണ്ട്. എല്ലാവരുടെയും പേര് പറയാൻ പോയി കഴിഞ്ഞാൽ ഉച്ചയൂണ് നടക്കുകയില്ല. സാരമില്ല. അതായത് നമ്മുടെ MBയുടെ പേര് പറയാതിരിക്കാൻ പറ്റുകയില്ല. MB ഫ്രാൻസിസ് ജോർജ്, പിന്നെ നമ്മുടെ പൈസ് മരകണ്ടത്തിലച്ഛന്, പിന്നെ ഇവിടെ പോവുകയാണ് പിച്ചളക്കാട്ടച്ഛൻ, തൊട്ടടുത്ത് പൂനാട്ട് വാഴിക്കന് അറിയുന്ന വളരുന്ന സർവോപരി നമ്മുടെ ജൂബിലേറിയനായ പൂനാട്ടച്ഛൻ, പിന്നെ നെല്ലൂർ ജോണി, ഇങ്ങനത്തെ മാനുവലച്ഛന്, ഇത്രയും പേരാ സ്റ്റേജിലുള്ളത്. താഴെയുള്ള അച്ഛന്മാർ എല്ലായിടത്തേയും പേര് പറയാൻ പറ്റിയ സമയമെടുക്കും. മഹതി മഹാന്മാർ ഒത്തിരി ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ ഓർക്കുന്ന എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നതായിട്ട് ആരംഭിക്കുകയാണ്. ഇന്നൊരു മീറ്റിംഗ് നീണ്ടുപോയി കഴിഞ്ഞ് വേറെ 4 മണി വരെ ആയി പോകും. ഇടയ്ക്ക് വേറൊരു മീറ്റിംഗ് കൂടി ഉണ്ട്. അത് കളിയാറ്റിലാണ്. അതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയാൻ പോകുന്നില്ല. കാരണം പറയേണ്ടതായ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ആ പ്രസൻറ്റേഷനിലൂടെ കിട്ടുകയുണ്ടായി. അത് നമുക്കറിയാനായിട്ട് സാധിച്ചു. പൂനാട്ടച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാത്യുവച്ചനും ഞാനുമായിട്ട് വലിയ അടുത്ത ബന്ധമാണ്. ഞങ്ങൾ സെമിനറി മേറ്റ്സ് ആണ്. ഒന്ന് സെമിനറി പഠിച്ചതാണ്, മുമ്പ് സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ സ്കൂൾ മേറ്റ്സാണ്, സെമിനറി മേറ്റ്സാണ്. പിന്നെ ഇടവുകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ച അച്ഛന്മാരത് വൈദിക സുഹൃത്തുക്കളാണ്. അപ്പം അങ്ങനെ ആ രീതിയിൽ ഒത്തിരി ബന്ധങ്ങളുണ്ട്. എല്ലാം ഓർമ്മിക്കാൻ പോയി ഒത്തിരി സമയമെടുക്കും. ഞാൻ മുതിരുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നീ നല്ല പ്രായത്തോളം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്രോണമി നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കാലത്തോളം നല്ല പ്രായത്തോളം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ വിചാരിക്കായിരുന്നു, എൻ്റെ ക്ലാസ്മേറ്റായിട്ടിൽ ഇടവ് സെമിനാരിൽ ആരുമില്ല, എല്ലാവരും മരിച്ചുപോയി, ആരുമില്ല. അപ്പോൾ നല്ല പ്രായത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ദൈവഭയമുള്ളവനാണെന്ന് തെളിവാണുള്ളത്. ഏതായാലും അതുപോലെ തന്നെയാണ് പൂനാട് മാത്യുവച്ചന്. അച്ഛനും ഞങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നേക്കാളും അല്പം എളുപ്പമുണ്ട് അദ്ദേഹത്തിന് എന്നല്ലേ ഉള്ളത്. അദ്ദേഹം ഈ മാസം ഇന്ന് അല്ലേ ജന്മദിനം ജൂൺ 29-ാം തീയതി, 27-ാം തീയതി. ഞാൻ സെപ്റ്റംബറിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇളയതാണ്, 2-3 മാസം ഇളയതാണ്. എന്നാലും ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇത് കാണുമ്പോഴും ഞാൻ ഓർക്കും. അദ്ദേഹം വണ്ടിയെല്ലാം ഓടിച്ചുകൊണ്ട് പോകുന്നു. ഈ ടൗണിൻ്റെ നടുക്കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിനാൽ 90 വയസ്സായാൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് എന്തൊരു അത്ഭുതമാകുമെന്ന് ഞാൻ ഓർക്കാറുണ്ട്. എന്നെക്കൊണ്ട് വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല. വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ ആളുകൾ സമ്മതിക്കുകയില്ല, ആളുകൾ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ പേടിച്ച് വണ്ടിയൊന്നും ഓടിക്കാൻ പോകാറില്ല. അങ്ങനെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, സെമിനാരി മേറ്റ്, വൈദിക സുഹൃത്ത് ആയ അച്ഛൻ്റെ ജൂബിലി അല്ല, ശതാബ്ദി 90-ാം വർഷം എന്ന് ശതാബ്ദി അല്ല, പേരൊന്നും എനിക്കറിയാൻ പാടില്ല, നവതി ആഘോഷിക്കാനായിട്ട് അവസരം കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അച്ഛൻ്റെ ജൂബിലി ആഘോഷം 2014 നടത്തിയത്. 50-ാം വൈദികനായിട്ട് 50 വർഷം 2014 ആഘോഷിച്ചു. 60 വർഷമായത് ആഘോഷിച്ചെന്ന് അറിയാൻ പാടില്ല. 61 അച്ഛനായിട്ട് 61 വർഷമായി അല്ലേ? 61 വർഷമായി. 60 ആഘോഷിച്ചെന്ന് അറിയാൻ പാടില്ല. പക്ഷെ 90 ആഘോഷിക്കുന്ന അവസരത്തിൽ ഏതായാലും വന്നു ചേർന്നോട് കാണാനായിട്ട് സാധിച്ചതിൽ, മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അച്ഛന് നമ്മുടെ രൂപതയിൽ ഒത്തിരി പ്രവർത്തിച്ച ഒരാളാണ്. ഇടുക്കി ഓതോങ്ങിൽ രൂപതയിൽ ആദ്യമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പള്ളിയിലായിരുന്നത് തോക്കുപാറ പള്ളിയിൽ ഈ വെള്ളം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു ജല വിതരണ പദ്ധതി. അതിൻ്റെ ഉദ്ഘാടനത്തിലായിട്ട് ഞാൻ വിളിച്ചു. കുറേ നാൾ മുമ്പ് 1900 എന്നാൽ കൃത്യം എനിക്ക് ഓർമ്മയിൽ 78 എങ്ങനെ ആയിരിക്കണം. അവിടെ വിളിച്ചു പോയി ഉദ്ഘാടനം നടത്തി. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പൊട്ടങ്കാട്ടി പോയി, വെള്ളയാങ്കുടി പോയി, പാറത്തോട്ടിൽ പോയി. അവിടെ എല്ലാ പള്ളിയിലും ഞാൻ പോകുമായിരുന്നു. പാറത്തോട്ടിൽ ഒരു കോളേജ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. സ്വാശ്രയ കോളേജാണ്. വെള്ളയാങ്കുടിയിലാണെങ്കിൽ മനോഹരമായൊരു പള്ളി, ഇവിടെ പള്ളിയുടെ പടം കാണിച്ചു തന്നു. ആ പള്ളി ഇത്രയും വലിയൊരു പള്ളി, ഇത്രയും മനോഹരമായ പള്ളി ഇന്ന് പള്ളി ഉണ്ട്. സാധാരണ രീതിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾ പള്ളി പൊളിച്ച് കഴിഞ്ഞ് പുതിയൊരു പള്ളിയാണ് ചെയ്യും. വെള്ളയാങ്കുടി പള്ളി ഇപ്പോഴും നന്നായിട്ട് നിൽക്കുന്ന നല്ല പള്ളി. മിക്കവാറും തേക്ക് കൊണ്ടാണ് പണികൾ മുഴുവൻ. ഈ ഫർണിച്ചറിൻ്റെ പണികൾ മുഴുവൻ തേക്കാണ്. അത് എവിടെ നിന്ന് തേക്കെല്ലാം കിട്ടിയെന്ന് ചോദിച്ചാൽ അച്ഛനെ അറിയാവുള്ളൂ എവിടെ നിന്ന് കിട്ടിയതെന്ന്. അതിൽ മുഴുവൻ തേക്കുകൊണ്ടാണ് പരിപാടിയാണ്. പിന്നെ മനോഹരമായ ഇത്രയും ഒരു 900-ഓളം വീട്ടുകാരുണ്ട്. അന്ന് 900-ഓളം വീട്ടുകാർ
ഈ വെള്ളയാംകുടി ഇടവകയിലുണ്ടായിരുന്നു. ഇത്രയും ആളുകളെ ഒന്നിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു പള്ളി അദ്ദേഹം പണിതല്ലോ എന്ന ഒരു അത്ഭുതകരമായ നേട്ടമാണത്. ഇത്രയും നല്ല ഒരു പള്ളി ഇപ്പോഴും വീണ്ടും ഇതിന് പണിയേണ്ട ആവശ്യമില്ല. അനേക നൂറ്റാണ്ടുകൾ നിലനിൽക്കും ആ പള്ളി. യൂറോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന പള്ളികൾ കാണാൻ പറ്റും. ഒരു വെള്ളയാംകുടി പള്ളി ഇതുപോലെ ഒത്തിരി നാൾ നീണ്ടു നിൽക്കുമെന്ന് നമുക്കറിയാം. പിന്നെ അദ്ദേഹം നാട്ടിൽ വന്നു. നാട്ടിലാണെങ്കിൽ കല്ലൂർക്കാട് പാരിഷ് ഹോള്, മാറിയയിൽ പള്ളിക്കൂടം മാത്രമല്ല ഒരു ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗേറ്റ് ഉണ്ടാക്കിയത് ഒരു കോട്ടയംകാരൻ സുഹൃത്തിനോട് ചോദിച്ചു, എടാവേ ഇയാൾ പുത്തൻപള്ളിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ദാനമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഈ പഴയ പള്ളിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലേ? അപ്പോൾ അവൻ ചോദിച്ചു എന്താ വേണ്ട വെച്ചാന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞ എന്നാ പ്ലാൻ ചെയ്ത് പറയാമെന്ന് പറഞ്ഞാൽ ഗേറ്റ് പള്ളി നേരെ മുമ്പിലല്ല, സൈഡിൽ മനോഹരമായ വലിയൊരു ഗേറ്റ് മാറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗേറ്റ് മാത്രമല്ല, പള്ളിക്കൂടെ ഹയർ സെക്കൻഡറി സ്കൂൾ വഴുത്തല അച്ഛൻ്റെ നേട്ടമാണ്. ഇവിടെ പറഞ്ഞു സൂചിക്കുകയാണ് നേട്ടം അതാണ്. ഇങ്ങനെ ചെന്നിടത്തെല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. മലിപ്പാറ, കള്ളൂർക്കാട്, വാഴക്കാല, കോടിക്കുളം, ചിലവ്, പന്നിമറ്റം പള്ളികളെല്ലാം, കല്ലാനിക്കൽ, കലയന്താനി, ആനിക്കാട്, ഇത്രയും പള്ളികളിൽ അച്ഛൻ സേവനം ചെയ്തിരിക്കുന്നത്. ഇത്രയും എനിക്ക് ഓർമ്മയുള്ളൂ. വേറെ എല്ലാം ഉണ്ട് വെച്ചാൽ അല്ല, ഇനി വയസ്സിലായപ്പോൾ ഇനി ഓർമ്മയൊക്കെ പോയി. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞു നോക്കുമെന്ന് എനിക്ക് പിടിയില്ല. ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇത്രയും വന്നോളൂ ഞാൻ പറയുമായിരുന്നു. ഇവിടുത്തെ കരിവണ്ണൂരാണ് ആദ്യം വെച്ചിന് അസന്ധ്യയായിട്ട് സേവനം ചെയ്യാൻ തുടങ്ങുന്നത്. അന്നോട്ട് ഈ പള്ളികളിലെല്ലാം വളരെ വിജയകരമായ രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് എന്താ പറയുക, വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് വളരെ വിജയകരമായ രീതിയിൽ അദ്ദേഹം സേവനം നടത്തി. ഇടവജനങ്ങളുടെ ഞാൻ കയ്യിലെടുത്തു. അതിനുമായിട്ട് വലിയ ലോക്യമായിരുന്നു. ചില ചെന്മാർ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും മെത്രാൻസിന് ഇരിക്കപ്പുറത്ത് കാണുകയില്ലെന്ന് പറയാം. മാത്യു അച്ഛനും ശേഖരൻ അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം വളരെ വിജയകരമായിട്ട് ഭംഗിയായിട്ട് കാര്യങ്ങളാണ് നടത്തിയ ഒരാളാണ്. ചെയ്തിട്ടെല്ലാം എന്തെങ്കിലും ഒരു സ്മാരകം കാണും അദ്ദേഹത്തിൻ്റെതായിട്ട്, എന്തെങ്കിലും നേട്ടം അദ്ദേഹം വരുത്തി വെച്ചിട്ടുണ്ട്. ഇടവക്കാർ ജനദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഞാനും സന്തോഷത്തോടെ എത്തിയിരിക്കും. കാരണം ഒരു വൈദികൻ, ഇടവ് വൈദികൻ രീതിയിൽ വൻ വിജയമായിരുന്നു മാത്യു അച്ഛൻ. അതുകൊണ്ട് ജൂബിലി ആഘോഷിക്കുമ്പോൾ, ജൂബിലി അല്ല നവതി ആഘോഷിക്കുമ്പോൾ പങ്കുചേരണമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് പറ്റുകയില്ല എനിക്ക്. പക്ഷേ എന്നാലും ഞാൻ പങ്കെടുക്കാനെടുത്തിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിലുള്ള പ്രത്യേക പ്രതിപത്തി, സ്നേഹം, അദ്ദേഹം ചെയ്ത വലിയ കാര്യങ്ങൾ കണ്ടുള്ള അഭിമാനം ഒന്ന് ഓർമ്മിക്കുവാനായിട്ട്, ഇത് അഭിനന്ദിക്കുവാനായിട്ട് സാധിക്കുമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ നന്മകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘകാലം ഇനിയും ജീവിച്ച് നന്മ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും അദ്ദേഹവും പറഞ്ഞു വൈകുന്നേരം നടക്കാനൊക്കെ അങ്ങ് കുന്നിൻ എല്ലാം നടക്കുന്ന കാണാനായിട്ട് സാധിക്കും. വണ്ടി ഓടിച്ചുകൊണ്ട് ഇപ്പോൾ ടൗണിലോട്ട് പോകുന്നതും കാണാൻ സാധിക്കും. പിന്നെ അങ്ങനെ ഒരു 100 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടുകൂടി, 100 വയസ്സ് കൊണ്ട് മതിയെന്ന് ചോദിച്ചാൽ പോരാ. ദൈവം കൊടുക്കുന്ന എത്ര നാളായാലും 100ന് മുകളിലായാലും കൊടുത്തുകൊള്ളട്ടെ. അതിൽ അത്രയും നല്ല ഭംഗിയായിട്ട് ആരോഗ്യത്തോടുകൂടി ഇന്ന് പള്ളിയിൽ പാട്ട് പാടുന്ന കേട്ടു. സുറിയാനി പാട്ട്, നല്ല ഗായകനാണ് അദ്ദേഹം. അത് സുറിയാനി പാട്ട് പാടുന്നത് എനിക്ക് സന്തോഷം തോന്നി. ഈ സുറിയാനി പാട്ട് അച്ഛൻ ഇത്രയും ഭംഗിയായിട്ട് പാടുന്നുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ആളുകൾ കണ്ട് ജനമായിട്ട് സമ്പർക്കത്തിൽ ഇവിടെയിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് കുടുംബ കൂട്ടായ്മ നന്നായിട്ട് നയിച്ച് കൊണ്ടുപോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളം നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കേണ്ട അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. Thank you, Your Excellency, for those inspiring and powerful words. We now move into the felicitation ceremony as we honor the incredible journey of Father Matthew Punat through words of appreciation and blessings. Let's begin by inviting Advocate Francis George, Member of Parliament. അഭിമന്യ പിതാവേ, ഏറെ പ്രിയപ്പെട്ട ഇന്ന് നവതി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട മാത്യു പുനാട്ടച്ചൻ, ഇവിടെ വേദിയിലുള്ള പ്രിയങ്കനായ വികാരിയച്ഛൻ റവറൻ ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട്, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ XMLA, പ്രിയപ്പെട്ട ജോസഫ് വാഴക്കൻ XMLA, പ്രിയപ്പെട്ട ബാബു പോൾ XMLA,
സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മാനുവൽ പുനാട്ടച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പുനാട്ട് കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാം ഒരു വല്യച്ഛൻ സ്ഥാനത്ത് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പുനാട്ടച്ഛന് മംഗളങ്ങൾ നേരാനും ഭാവുകങ്ങൾ ആശംസിക്കാനുമായിട്ടാണ് ഇന്ന് ഈ നവതി ആഘോഷിക്കുന്ന അവസരത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. രജത ജൂബിലിയും സുവർണ ജൂബിലിയും വജ്ര ജൂബിലിയും കടന്ന് അച്ഛൻ നവതിയിലെത്തിയിരിക്കുകയാണ്. പിതാവ് അച്ഛനെക്കുറിച്ച് പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങളും പിതാവ് ഓർത്ത് പറയുകയുണ്ടായി. ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ സേവന ശുശ്രൂഷ കാലയളവിൽ എനിക്ക് തോന്നുന്നു മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സേവനം ചെയ്തിട്ടുള്ളത്. ഇടുക്കി രൂപത ഉണ്ടാകുന്നതിന് മുമ്പ് കോതമംഗലം രൂപതയുടെ ഭാഗമായിരുന്ന ഇടുക്കി മേഖലയിൽ ഒട്ടേറെ ദേവാലയങ്ങളിൽ അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ തെളിഞ്ഞു വരുന്നത് നമ്മുടെ വെള്ളയാംകുടി പള്ളിയുടെ വെഞ്ചിരിപ്പ് അതിൻ്റെ ആ ഒരു ഘട്ടത്തിലാണ്. അച്ഛൻ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു. പിതാവ് പറഞ്ഞതുപോലെ എല്ലാവരോടും വളരെ സുസ്മേരവദനായി, വളരെ സൗമ്യമായി, ശാന്തമായി ഇടപെടുന്ന അച്ഛൻ ഇവിടെ വന്ന് മൂവാറ്റുപുഴയിൽ വന്ന് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ അച്ഛനെ കാണാറുണ്ട്. ദേവാലയത്തിൽ കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ മിക്കവാറും നമ്മളുണ്ടാകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വലിയ ഒരു വൈദിക ശ്രേഷ്ഠനെ മൂവാറ്റുപുഴയ്ക്ക് സ്വന്തമായി വീണ്ടും കിട്ടിയിരിക്കുകയാണ്. അച്ഛൻ്റെ സേവനം ഔദ്യോഗികമായി കഴിഞ്ഞെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഇടവക ദേവാലയവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും അച്ഛൻ സജീവമായിട്ടുണ്ട്. വിശേഷാവസരങ്ങളിലൊക്കെ കുമ്പസാരിപ്പിക്കുവാനും കുർബാനയെല്ലാനും എല്ലാറ്റിനും അച്ഛനുണ്ട്. അപ്പോൾ അച്ഛനെപ്പോഴും കർമ്മനിരതനായി തന്നെ തുടരുന്നു. ആരോഗ്യവാനാണ്. പിതാവ് പറഞ്ഞ പോലെ തനിയെ വണ്ടിയൊക്കെ ഓടിച്ചാണ് മിക്കവാറും പള്ളിയിൽ വരാറ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞ ഈ അവസരത്തിൽ പുനാട്ട് കുടുംബാംഗങ്ങളുടെ എല്ലാ സന്തോഷത്തിൽ പ്രത്യേകമായി പങ്കുചേരുന്നു. അച്ഛൻ എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം നൽകി സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒത്തിരി തിരക്കുള്ളതുകൊണ്ടാണ് ഞാനൊന്ന് പാലാവരെ പോയിട്ട് വന്നതാണ്. ഇനി തിരിച്ച് കോട്ടയത്ത് എത്താനുണ്ട്. അതുകൊണ്ട് മുഴുവൻ സമയവും നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദയവായി ക്ഷമിക്കണം. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛൻ വളരെ സ്നേഹപൂർവ്വം പലവട്ടം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല. ഓടി എത്തിയതാണ്. അതുകൊണ്ട് അച്ഛൻ എല്ലാ ഭാവങ്ങളും നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ പഴയ MLA എൽദോ ഇബ്രഹാം വരുന്നുണ്ട്. വാ എൽദോ, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും ആശംസകളും ദൈവാനുഗ്രഹവും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. Thank you, sir, for joining us and sharing your kind thoughts. നമ്മുടെ മുൻ MLA എൽദോ ഇബ്രഹാമിനെ എത്രയും സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Now we welcome Very Reverend Monsignor Dr. Pius Malekandathil. അഭിവന്യ മാർ ജോർജ് പുന്നുകുട്ടി പിതാവി, നവതിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു പുനാട്ടച്ച, അതിനായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, മൂവാറ്റുപള്ളിയുടെ വികാരിച്ചൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, മുൻ MLA അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ, ശ്രീ ജോസഫ് വാഴക്കൻ മുൻ MLA, ശ്രീ ബാബു പോൾ ex-MLA, ശ്രീ എൽദോ എബ്രഹാം ex-MLA, സിനി ബിജു, ബേബി PV, തോമസ് പുനാട്ട്, സുനിൽ ശ്രീ പുനാട്ട്, അതിനായ മനു പുനാട്ടച്ച, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അഭിവന്യ പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ രൂപതയ്ക്കും സഭയ്ക്കുമൊക്കെ അഭിമാനിക്കാവുന്ന വലിയ ഒരു വൈദികരത്നമാണ് മാത്യു പുനാട്ടച്ചൻ. കൊച്ചുദേശീയ പുണ്യവതി വിശുദ്ധിയായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായി ആ വിശുദ്ധിയുടെ കുടുംബചരിത്രം പരിശോധിക്കുകയുണ്ടായി. ആ കുടുംബത്തിൽ നിന്ന് 4 വിശുദ്ധരാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൊച്ചുദേശീയ പുണ്യവതിയുടെ മാതാപിതാക്കൾ ലിയോണി എന്ന് പറഞ്ഞ സഹോദരി വാട്ടപ്പെട്ടുള്ള പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു.
മറ്റുള്ളൊരു വിശുദ്ധിയുടെ നാമകരണ ചടങ്ങുകൾ പ്രക്രിയയുടെ ഭാഗം നിൽക്കുകയാണ്. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നവരുടെ അനുഗ്രഹങ്ങൾ അവരായിരിക്കുന്ന സന്യാസ സമൂഹങ്ങളിലോ സമർപ്പിത സമൂഹങ്ങളിലോ മാത്രമല്ല അവരുടെ കുടുംബങ്ങളിലും എത്തും എന്നതുകൊണ്ടോ കൂടിയാണ് കുടുംബയോഗം മൊത്തമായിട്ട് എടുത്തിട്ട് മാത്യുവച്ചൻ്റെ ഈ നവതി ആഘോഷം നടത്തുന്നത് മനസ്സിലാക്കുകയാണ്. കുടുംബയോഗത്തിൻ്റെ ഈ അച്ഛനിൽ കിട്ടിയ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും നന്മകളൊക്കെ അയവിറക്കുന്ന ഒത്തിരി പേര് ഇവിടെയുണ്ട്. 27-ാം തീയതി ജൂൺ മാസത്തിൽ 1936 അഭിമന്യ മാർ ജോർജ് പൊന്നക്കുട്ടി പിതാവ് ജനിച്ച അതേ വർഷം ജനിച്ച ഈ മാത്യു പൂനാട്ടച്ഛന് ജനിച്ച സ്ഥലം രണ്ടാറാണ്. പഴയ ഒരു വലിയ കോട്ട കടന്നുപോയ വഴിയാണത്, അല്ലെങ്കിൽ സ്ഥലമാണത്. അത് മൂവാറ്റുപുഴയിൽ നിന്ന് കടന്ന് രണ്ടാറ് കൂടി ആയവന കൂടി കല്ലൂർക്കാട് കൂടി അഭിമന്യ പിതാവിൻ്റെ അരികിലൂടെ വീടിനരികിലൂടെ പോകുന്ന കോട്ട കിഴക്കേ കല്ലൂരെത്തി വാഴക്കാരെ കൂടെ പോയി കോടിക്കുളം കൂടി പിന്നീട് അത് രേഖകളിൽ പറയുന്നത് അത് കാഞ്ഞിരപ്പള്ളി കൂടെ പോയിട്ട് പിന്നെ പന്തളം വരെ നീണ്ടു പോകുന്ന കോട്ടയായിട്ടാണ് പറയുക. ആ മൺതിട്ടായിട്ടിരുന്ന കോട്ടകളെല്ലാം കിടങ്ങുകൾ നികത്തി അപ്പുറം ഇപ്പുറം ഉണ്ടായിരുന്ന വലിയ മുള്ളുകളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അത് റോഡായി വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. ആ റോഡാണ് ഇന്ന് കാണുന്ന കോട്ട വഴി. ഇത് സൂചിപ്പിക്കാൻ കാരണം കിടങ്ങുകളെല്ലാം നിരത്തി റോഡാക്കിക്കൊണ്ട് സഞ്ചാരം തുടങ്ങിയത് ഈ കോട്ട ആരംഭിക്കുന്ന നാടിൽ തന്നെ രണ്ടായിരുന്നുള്ള അച്ഛനാണ്, മാത്യുവച്ഛനാണ്. അച്ഛൻ കടന്നുപോയ പാതകളെക്കുറിച്ചെല്ലാം അഭിമന്യ മാർ ജോർജ് മുന്നോട്ട് പിതാവ് പറയുകയുണ്ടായി. സേവനം രക്ഷിച്ച പല പള്ളികളും ഈ കോട്ട വഴിയുടെ അരികിലുള്ള പള്ളികളാണ്. അത് അദ്ദേഹം ശുശ്രൂഷ ആരംഭിച്ച കരിമണ്ണൂര് ദേശീയക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. കോട്ട കടന്നു പോകുന്ന പാതയ്ക്ക് അരികിലുള്ള സ്ഥലമാണ്. ആദ്യത്തെ വികാരി അദ്ദേഹം എത്തിയത് വാഴക്കാലയാണ്. കിഴക്കേ കോതമംഗലം, കിഴക്കേ കലൂരും വാഴക്കാലും ഒക്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിന് ആദ്യകാലത്ത് 4 വർഷത്തെ ശുശ്രൂഷ. അവിടെ പള്ളി പണിതു, സ്കൂള് പണിതു, ആളുകൾക്ക് ജീവിതം എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ ആ സഞ്ചാരപാത പിന്നെ തുടരുകയാണ്. പിന്നീട് അതിനുശേഷം അദ്ദേഹം സഞ്ചരിച്ച ഒത്തിരി പാത വഴി ഇടവകളുണ്ട്. പക്ഷെ അദ്ദേഹം ഏറെക്കാലം ഈ പാതകളുടെ അരികിൽ കല്ലൂർക്കാട് അദ്ദേഹം വികാരിയായിരുന്നപ്പോഴാണ് അവിടെ പരീക്ഷകൾ പണിത അഭിമന്യ പിതാവ് പറയുകയുണ്ടായി. പന്നിമറ്റ തീരുന്ന് മാറുകയിൽ അദ്ദേഹം അഭിമന്യ പിതാവ് പറഞ്ഞ പോലെ +2 സ്കൂൾ തുടങ്ങി. ഇങ്ങനെയൊക്കെ കോട്ടകളെല്ലാം നിരത്തി പാതകൾ സൃഷ്ടിച്ച് ഇല്ലുമുള്ളുകൾ വെട്ടിക്കളഞ്ഞ് പാത സൃഷ്ടിച്ച് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് NH സൃഷ്ടിച്ച, നാഷണൽ ഹൈവേ സൃഷ്ടിച്ച, പാതകൾ സൃഷ്ടിച്ച് കടന്നുപോയ ഒരു വൈദിക ശ്രേഷ്ഠനാണ് മാത്യുവച്ചൻ എന്ന പേരിലാണ് നമ്മളെല്ലാം അദ്ദേഹത്തെ ആദരിക്കാനും അദ്ദേഹത്തെ ബഹുമാനിക്കാനും അദ്ദേഹം ചെയ്ത സേവനം ഈ രൂപതയെ മെനയാനായിട്ടും സഭയെ നിർമ്മിക്കാനായിട്ടും ഈ കുടുംബാംഗങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താനും വലിയ പങ്ക് വഹിച്ചു എന്ന് എടുത്തു പറഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടി നിൽക്കുന്നത് അഭിനന്ദ മാർ ജോർജ് മഠത്തിക്കണ്ട പിതാവ് കുർബാനയുടെ ആരംഭത്തിൽ സന്ദേശം നൽകി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുണ്ടായി. രൂപത കുടുംബത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് അഭിനന്ദിക്കാനായിട്ട് അദ്ദേഹത്തെ ആദരിക്കാനും കൂടിയായിട്ടാണ് ഞാൻ നിൽക്കുക. എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിത്രം ഹൈറേഞ്ചിൽ അഭിനന്ദ പിതാവൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ പള്ളി, നമ്മുടെ ഗീതാപ്പള്ളി ആരംഭിച്ച് ചെറിയൊരു പള്ളി പൊളിച്ച് ഈ രൂപതയിലെ അന്നത്തെ ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ പള്ളികളൊന്നായിട്ട് അദ്ദേഹം മാറ്റിയ വെള്ളയാംകുടി പള്ളി, അത് 89 മുതൽ 98 വരെയുള്ള 9 വർഷം കൊണ്ട് ആ നാടിന് മുഴുവൻ മുഖം മാറ്റം വരുത്തിയ ഒരു ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെ. അത് തുടർന്ന് അദ്ദേഹം കല്ലൂർക്കാടായിരുന്നപ്പോഴാണെങ്കിലും കലയന്തനായിരുന്നപ്പോഴും ആനിക്കാടായിരുന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കടന്നുവരവ് വഴിപോയിട്ടുക മാത്രമല്ല, ഊഷ്മളത കൊടുക്കലും കൂടിയാണ്, കുളിർമ കൊടുക്കലും കൂടിയാണ്, ഹൃദയങ്ങളെ കൂട്ടിച്ചേർക്കലാണ്, എല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിച്ചുകൊണ്ട് ശാന്തമായ സംസാരം, മൃദുവായിട്ടുള്ള ഇടപെടലുകൾ അങ്ങനെ കൊടുത്തുകൊണ്ട് ആണ് ഈ സ്ഥലങ്ങളെല്ലാം ആളുകളെ കൂട്ടിച്ചേർത്തതും നിർമ്മാണം നടത്തിയതെല്ലാം. അത് ആദരവ് എടുത്തു പറയുകയാണ്. അപ്പോൾ രാജ്യപാലകൻ നിലയ്ക്ക് അദ്ദേഹം ചെയ്ത സേവനത്തെ എടുത്ത് പ്രകീർത്തിക്കുകയും രൂപത ഇന്ന് കാണുന്ന ഈ വളർച്ച കിട്ടുന്നൊരു വലിയ പങ്ക് ഈ 90 വർഷത്തിൽ എത്തിയിരിക്കുന്ന ഈ മാത്യു അച്ഛൻ്റെ ജീവിതം കൊണ്ടും കൂടിയാണെന്ന് കൂടി എടുത്തു പറയാനാണ്. ഇന്നത്തെ രൂപതയുടെ മുഖത്തിൻ്റെ 20 ഇടവകളിൽ അദ്ദേഹം ചെയ്ത സേവനത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ രൂപതയ്ക്ക് ഈ ഭംഗി കിട്ടിയതും ഈ രൂപതയ്ക്ക് ഈ വികാസം കിട്ടിയതും ഈ വലിപ്പം കിട്ടിയതും കൂടി പറയാൻ ആശിക്കുകയാണ്. നമുക്ക് 120-ലേറെ പള്ളികളുണ്ടെങ്കിൽ അതിൽ 20-ലേറെ പള്ളികളിൽ അച്ഛൻ്റെ സ്പർശനം എത്തിയിട്ടുണ്ട്, അച്ഛൻ്റെ ഹൃദ്യത എത്തിയിട്ടുണ്ട്, കുളിർമ എത്തിയിട്ടുണ്ട്. അത് ഈ രൂപതയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നന്ദിയും കടപ്പാടുണ്ടെന്ന് പറയാനാണ്. രണ്ടാമത് നല്ലൊരു അക്കാഡമീഷ്യനാണ്.
അവർ അക്കാഡമീഷ്യൻ്റെ എല്ലാ പ്രിസിഷനും അതിൻ്റെ ഒരു 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 പെർഫെക്ഷനും അദ്ദേഹം സൂക്ഷിക്കാറുണ്ട്. എഴുതിനകത്തും പറയുന്നതിനകത്തും എല്ലാം. 1977 നേരത്തെ അഭിനന്ദ പിതാവ് സൂചിപ്പിച്ചതുപോലെ MA പൊളിറ്റിക്കൽ സയൻസ് എടുത്തതിന് ശേഷം നല്ലൊരു കോളേജായിട്ടാണ് പാറത്തോട് കോളേജ് പ്രവർത്തിച്ചിരുന്നത്. പിന്നെ അത്തരം കോളേജുകളുടെ പ്രസക്തി ഇല്ലാണ്ട് വന്നപ്പോഴാണ് അദ്ദേഹം പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറുന്നത്. പിന്നീട് മുഴുവൻ സമയ ഇടവകളുടെ അച്ചപാലന ശുശ്രൂഷകളിലേക്ക് ചെലവഴിക്കുകയും ചെയ്ത് ആ സമയത്ത് ഒത്തിരി പേർക്ക് ദിശാബോധം കൊടുക്കാനായിട്ട്, അക്കാഡമിക് ദിശാബോധം കൊടുക്കാനായിട്ട് ആ ജീവിതം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം കുടുംബക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്, അഭിമാനമാണ് മാത്യു പുന്നാടച്ചൻ. ഈ മോശ ഇടവകയുടെ അഭിമാനമാണ്. അതോടൊപ്പം രൂപതയുടെ വലിയൊരു വന്ധ്യനായ വൈദിക ശ്രേഷ്ഠനാണ്. ആ രൂപത നിർമ്മിക്കുന്നതിനകത്ത്, ദൈവരാജ്യം നിർമ്മിക്കുന്നതിനകത്ത് ചെയ്ത വലിയ സേവനം അതെല്ലാം എടുത്ത് നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട്, രൂപത കുടുംബത്തിലുള്ള നന്ദിയും കടപ്പാട് അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നവതിയിൽ കടന്നിരിക്കുന്ന മാത്യു അച്ഛന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു, പ്രാർത്ഥന നേരുന്നു. കൂടുതൽ കരുത്തോടെ അഭിനന്ദ മാർ ജോർജ് പൊന്നുകൊടി പിതാവ് പറഞ്ഞതുപോലെ കൂടുതൽ കരുത്തോടെ ഇനിയും ആ പുഞ്ചിരിയും ആ നിശബ്ദമായ ഊഷ്മളത നൽകലും ആ ഒരു കുളിർമയുള്ള ഇടപെടലും ഇനിയും നൽകാനായിട്ട് ദൈവം ആയുസ്സും കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, അനുഗ്രഹം കൊടുക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, Father, for your gracious words and presence today. And now, as we pause briefly in our felicitation segment, let us turn to a musical tribute, a song of blessings dedicated to the joyful occasion and to the life of Father Matthew Punnat. ആശംസഗാനം പാടാം ആശംസഗാനം പാടാം നവതിതന്യാഗം മൂടാം 90 സ്മരണതൻ വേളയിൽ ആമോദരായി ഞങ്ങൾ ചേരാം 90 സ്മരണതൻ വേളയിൽ ആമോദരായി ഞങ്ങൾ ചേരാം ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ
ഉണർത്തി മോദമായി നീരട്ടെ എന്നും പൂനാട്ടിൻ താരമത്താവിൽ മോദമായി നീരട്ടെ എന്നും പൂനാട്ടിൻ താരമത്താവിൽ സരി 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 പാരി സരി 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 രി മമ 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 പാരി പാരി സരി സരി സ ല ല ല ല ല ല ല ല ല ആശംസഗാനം പാടാം നവവിധം മൂടാം ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ യേശുവിൻ സാക്ഷിയായി കരമേകും കാരുണ്യമോടെ തിരുസഭ മക്കളിൽ ഒന്നാം സ്നേഹത്തിൻ മാല്യം സാധാ തിരുസഭ മക്കളിൽ ഒന്നാം സ്നേഹത്തിൻ മാല്യം സാധാ സരി 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 പവൈ സരി 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 നി മമ 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 പാരി പവൈ സരി സരി സ ല 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 ആശംസഗാനം പാടാം നവദിതന്യാഗം മൂടാം ആശംസഗാനം പാടാം നവദിതന്യാഗം മൂടാം തൊണ്ണൂറായിന്റെ സ്മരണ തന്നീളെ ആമോദരായി ഞങ്ങൾ ചേരാം തൊണ്ണൂറാണ്ടിന്റെ സ്മരണ തന്നീളെ ആമോദരായി ഞങ്ങൾ ചേരാം ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ നമ്മുടെ ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോ സാർ എത്തിയിട്ടുണ്ട്. എൽദോ സാറിനെ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത്
നമ്മുടെ ഈ ഇടവകയിലെ കൈക്കാരന്മാർ അച്ഛന് ഒരു പൊന്നാട അണിയിക്കുന്നതാണ്. അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Next, we invite Very Reverend Father Dr. Manuel Pichilakkatte. നവതി ആഘോഷത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ മാത്യു പൂനാട്ടച്ചൻ, രൂപതയുടെ വികാരി ജനറാളും ചരിത്രകാരനുമായ വെരി റെവറൻഡ് മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരും പ്രിയങ്കരുമായിട്ടുള്ള സാംസ്കാരിക രാഷ്ട്രീയ മത നേതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട പൂനാട്ട് കുടുംബാംഗങ്ങളെ, ഇനിയുള്ള പ്രസംഗങ്ങളൊക്കെ 3 മിനിറ്റിൻ്റെതാണ്. മുമ്പുണ്ടായിരുന്നത് 15 മിനിറ്റുള്ളത് സ്വാഗതം 10 മിനിറ്റ് കൊണ്ട് നിർത്തിയിരുന്നു. ബാക്കിയുള്ളവരൊക്കെ 10 മിനിറ്റുകാരും 5 മിനിറ്റുകാരുമായിരുന്നു. ഇനിയൊരു 7 പ്രസംഗങ്ങൾ കൂടിയുണ്ട്. അത് 3 മിനിറ്റിൻ്റെതാണ്. അപ്പോൾ 21 മിനിറ്റിന് അവസാനിക്കുന്നതാണ്. കേരള സഭയുടെ അലങ്കാരവും കോതമംഗലം രൂപതയുടെ അഭിമാനവും പൂനാട്ട് കുടുംബത്തിൻ്റെ സ്വകാര്യ അഹങ്കാരവുമായിട്ടുള്ള ബഹുമാനപ്പെട്ട മാത്യു അച്ഛന് ഈ ഇടവകയുടെ പേരിൽ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. നീതിമാന്റെ ആദർശവും പണ്ഡിതന്റെ ജ്ഞാനവും മഹർഷി വര്യന്റെ പവിത്രതയുമെല്ലാം സമഞ്ജസമായിട്ട് സമന്വയിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് അച്ഛനെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. 1986 കാലഘട്ടത്തിൽ ഞാൻ രൂപതയിൽ അരമനയിൽ റീജൻസി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പാറത്തോട് സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ സെൽഫ് ഫിനാൻസിസ് കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ അച്ഛനെ പരിചയപ്പെടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്നുള്ള കാലയളവിലെല്ലാം ബന്ധങ്ങൾ ഊഷ്മളമാകണം, സ്നേഹം തീവ്രതരമാകണം എന്നുള്ള ആ ഒരു ചൈതന്യത്തോടുകൂടി എപ്പോഴും വർത്തിച്ചിട്ടുള്ളതും ഇന്നും വർത്തിക്കുന്നതും അഭിമാനത്തോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. ഊഷ്മളമായ മനുഷ്യബന്ധത്തിന്റെ ഉദാത്ത ഭാവം എന്ന് വിശേഷിപ്പിച്ചാൽ അവിടെ അതിശയോക്തിയുടെ ലാഞ്ചനയില്ല. കൂടുതൽ ഇവിടെ പറയുവാനുള്ള അവസരമല്ല. കാരണം അച്ഛനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആ ഡോക്യുമെന്ററിയിലൂടെ നമ്മൾ മനസ്സിലാക്കി. ആത്മാർത്ഥത, വിശ്വസ്തത, പ്രതിബദ്ധത, ഇതെല്ലാം എപ്പോഴും കൈമുതലായിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ മൂവാറ്റുപുഴയ്ക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിക്കുകയും എന്നെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ കല്ലൂർക്കാട് ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ആ സ്കൂളിന്റെ മാനേജരായിരുന്നു. ഉച്ചയൂണ് കഴിക്കുവാൻ ഞങ്ങൾ ചെന്നപ്പോൾ എത്രയോ വിശേഷങ്ങൾ പറഞ്ഞതൊക്കെ ഇന്നലെ എന്നതുപോലെ ഞാൻ ഓർക്കുകയാണ്. ദീർഘിപ്പിച്ചാൽ ശരിയാവില്ലാത്തത് കൊണ്ട് അച്ഛൻ എല്ലാവിധ നന്മകളും ഞാൻ ആശംസിക്കുമ്പോൾ എനിക്ക് 5 കാര്യങ്ങൾ അച്ഛനിൽ പരിരസിച്ചത് കാണുവാനായിട്ട് സാധിച്ചത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ധീരത, ദയ, ദൃഢത, ആത്മാർത്ഥത, ഔദാര്യം. ഈ 5 ഗുണങ്ങൾ ഒരു വ്യക്തിയെ മഹാനാക്കുന്നു എന്ന് തത്വചിന്തകനായ കൺഫ്യൂഷ്യസ് പറയുന്നുണ്ട്. അതെല്ലാം സമന്വയിക്കുന്ന വ്യക്തിത്വം ബഹുമാനപ്പെട്ട പൂനാട്ട് മാത്യു അച്ഛൻ. കോതമംഗലം രൂപതയില് ഏറ്റവും അവസാനത്തെ ബാച്ചിൽ ലത്തീൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ച വ്യക്തി എന്ന നിലയിൽ ആ ഒരു ടേം ഞാൻ കടമെടുത്തുകൊണ്ട് ആദ്യ മുൾത്തോസ് ആനോസ്
നീണാൾ വാഴട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അച്ഛൻ ഇനിയും മുന്നോട്ട് സധൈര്യം നീങ്ങുവാൻ ദൈവം തുണയാകട്ടെ എന്നുള്ള ആശംസയോടെ നിർത്തുന്നു. നന്ദി. Thank you, Father, for your inspiring message and warm wishes. Now we welcome Mr. Eldos PP, Municipal Chairman. ഇന്നത്തെ വിശിഷ്ടാതിഥി ആദരണീയനായ മാത്യു പൂനാട്ടച്ചൻ ഉൾപ്പെടെ എൻ്റെ നേതാവ് ശ്രീ ജോസഫ് വാഴക്കലുണ്ട്, വേദിയിലും സദസ്സിലുമുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരിമാരെ, പൂനാട്ട കുടുംബാംഗങ്ങളെ, 3 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 1 മിനിറ്റിൽ അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് നവതി ആഘോഷിക്കുന്ന ലോക ക്രൈസ്തവ സഭയിലെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന് എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് സർവശക്തൻ്റെ കരുണയും കോട്ടയും കൃപയും ഉണ്ടാകട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Thank you, sir, for joining us in this celebration. We now invite Advocate Johnny Nellur, ex-MLA. നവതി ആഘോഷിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഫാദർ മാത്യു പൂനാട്ട്, വേദിയിലെ കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിലടക്കം എൻ്റെ സഹപ്രവർത്തകരായ വിശിഷ്ട വ്യക്തികളെ, ഫാദർ മാനുവൽ പൂനാട്ട്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരായ വൈദികരെ, സിസ്റ്റേഴ്സ്, പൂനാട്ട് കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഇവിടെ വികാരി അച്ഛൻ പറഞ്ഞതുപോലെ 3 മിനിറ്റ് പറയാൻ ധാരാളമുണ്ട്. പക്ഷേ പറയാനുള്ളതെല്ലാം ഇതിൻ്റെ തുടക്കത്തിൽ ഇവിടെ LED സ്ക്രീനിൽ നമ്മൾ കണ്ടു. 61 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ മാത്യു അച്ഛൻ ഏർപ്പെട്ടിരുന്ന കർമ്മമണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചു. എനിക്ക് അച്ഛനെക്കുറിച്ചൊരു വാക്കേ പറയാനുള്ളൂ. ഏത് കാര്യവും, ഏത് പ്രതിസന്ധി ഉണ്ടായാലും, അല്ലെങ്കിൽ അദ്ദേഹം ഇരുന്ന പള്ളികളിലൊക്കെ ഏതെങ്കിലും വികസന രംഗത്തോ അല്ലെങ്കിൽ മറ്റുള്ള രംഗങ്ങളിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എപ്പോഴും വിളിക്കുമായിരുന്നു. ആനിക്കാട് പള്ളിയിലിരുന്നപ്പോൾ അവിടെ സർക്കാരിൻ്റെ വക സ്ഥലത്ത് റോഡ്, അതിൻ്റെ ഇപ്പുറത്ത് സ്ഥലം പള്ളിയുടേത്. അപ്പോൾ അവിടെ മണ്ണിടുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം, അച്ഛനത് ബന്ധപ്പെട്ട കാര്യമൊക്കെ ഞാൻ ഓർക്കുകയാണ്. മാറിയയിലായിരുന്നപ്പോഴും മാറിയ പള്ളി മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലും വഴിത്തല സ്കൂള് തൊടുപുഴ നിയോജകമണ്ഡലത്തിലുമാണ്. അപ്പോൾ ആ +2 സ്കൂളിൻ്റെ കാര്യത്തിൽ അതിൻ്റെ അനുമതിക്ക് വേണ്ടിയുമൊക്കെ അച്ഛന് ഈ പ്രദേശത്തിൻ്റെ അന്നത്തെ ജനപ്രതിനിധിയായിരുന്നു എന്നോട് സംസാരിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. എനിക്ക് പൂനാട്ട് കുടുംബവുമായുള്ള ബന്ധം പൊതുപ്രവർത്തന രംഗത്തുള്ള ബന്ധം മാത്രമല്ല, വ്യക്തിപരമായി കൂടി ഞാൻ അച്ഛൻ്റെ പൂനാട്ട് കുടുംബത്തിൻ്റെ ഒരു ബന്ധുവാണ്. അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ് എൻ്റെ അനുജൻ്റെ ഭാര്യ. ആ വിധത്തിൽ ഞങ്ങളൊരു കുടുംബ ബന്ധുക്കൾ കൂടിയാണ് എന്നുള്ള വിവരവും തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. അച്ഛന് ദീർഘായുസ്, ഇപ്പോൾ 90 വയസ്സിലേക്ക് കടന്നിരിക്കുന്നു. ഇവിടെ അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവ് പറഞ്ഞതുപോലെ അത് 100ലേക്കും അതിന് മുകളിലേക്കും എത്തട്ടെ എന്ന് പിതാവ് ആശംസിച്ചു. ഒരു കാര്യം മാത്രം നമുക്ക് പറയാം, ആരോഗ്യവാനാണ് അച്ഛൻ. ഇന്നും അധികം രോഗമൊന്നും ഒരിക്കലും അദ്ദേഹത്തെ അലട്ടിയിട്ടില്ല. ഈ പ്രായത്തിലും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും മാത്രമേ അല്പം ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോഴും കർമ്മനിരതനായി ജീവിതത്തിൽ തിളങ്ങി നിൽക്കുന്ന പൂനാട്ടച്ഛന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ജൂബിലിയുടെ നവതിയുടെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. Thank you,
sir, for your support and presence today. Now we invite Mr. Joseph Warrecken, ex-MLA. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജൂബിലേറിയൻ പൂനാട്ടച്ചൻ, വേദിയിലെ ഏറ്റവും ബഹുമാന്യരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സദസ്സിലും അതുപോലെ വേദിയിലുമുള്ളവരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പൂനാട്ട് കുടുംബാംഗങ്ങൾ, അച്ഛൻ്റെ മറ്റ് അഭിനയകാംക്ഷികൾ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ അച്ഛന് 1000 ആശംസകൾ നേരുകയാണ്. 90 വയസ്സിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. 2011 ഇവിടെ MLA ആയി വന്ന കാലഘട്ടം മുതൽ അച്ഛനുമായി വളരെ അടുത്ത ബന്ധം പല പ്രാവശ്യം പുലർത്തുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. നേരത്തെ ശ്രീ ജോൺ നെല്ലൂർ പറഞ്ഞതുപോലെ 90 വയസ്സ് ആകുക എന്ന് പറഞ്ഞതല്ല, 90 വയസ്സിലും ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞ ഒരു മഹാഭാഗ്യമാണ്, വലിയ ദൈവാനുഗ്രഹമാണ്. അത് അച്ഛന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അച്ഛന് ഞാനിവിടെ പ്രസൻറ്റേഷൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഈ വിഭജിക്കുന്നതിന് മുമ്പുള്ള കോതമംഗലം രൂപതയിലെ ഒരുമാതിരി അറിയപ്പെടുന്ന എല്ലാ പള്ളിയിലും അച്ഛനുണ്ട്. അവിടെയൊക്കെ അച്ഛൻ്റെതായ പാദമുദ്രകൾ അദ്ദേഹം പതിപ്പിച്ചിട്ടാണ് അവിടെ നിന്നും പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂനാട്ട് കുടുംബത്തിൻ്റെ മാത്രം സ്വത്തല്ല, മൊത്തത്തിൽ ഈ നാടിൻ്റെ ഒരു പൊതുവായ സ്വത്താണ്. അതുകൊണ്ട് ഈ നാട്ടുകാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ അങ്ങേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇനിയും അച്ഛൻ്റെ മറ്റ് ജൂബിലികൾ കൂടി ആഘോഷിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your words and blessings. Next, we welcome Mr. Babu Paul, ex-MLA. നവതി ആഘോഷിക്കുന്ന റവറൻ ഫാദർ മാത്യു പൂനാട്ടച്ചൻ, വേദിയിലുള്ള സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, പൂനാട്ട് കുടുംബാംഗങ്ങളെ, ഞാൻ MLA ആയിരുന്ന അവസരത്തിൽ അച്ഛൻ കല്ലൂർക്കാട് പള്ളിയുടെ വികാരിയായിരുന്നു. അന്ന് മുതലാണ് അച്ഛനുമായിട്ടുള്ള വളരെ കൂടിയ അടുപ്പം ഉണ്ടായിട്ടുള്ളത്. പല കാര്യങ്ങളിലും പരസ്പരം ബന്ധപ്പെടുവാനും പരസ്പരമായ കഴിയുന്ന സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് ആ സ്നേഹബന്ധം തുടർന്നു പോകുവാൻ അച്ഛനും ഞാനും ഒരുവിധം പരിശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ കോതമംഗലം രൂപതയുടെ ഇടുക്കി മൂവാറ്റുപുഴ മേഖലയിലെ 20 പള്ളികളിലാണ് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ കുറേ കൂടി പള്ളികളിൽ സേവനമനുഷ്ഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് കൂടുതൽ ഇടവക അംഗങ്ങൾക്കും സമുദായത്തിനും സമൂഹത്തിനും ഏറെ പ്രയോജനകരമായി മാറുമായിരുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം അദ്ദേഹം ചുമതല വഹിച്ചിട്ടുള്ള പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളിലുമെല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരു വൈദികൻ ആത്മീയ പ്രവൃത്തിയിൽ മാത്രമായി വേണമെങ്കിൽ ചുരുങ്ങാം, പക്ഷെ അതിനേക്കാൾ ഉപരിയായി സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് വികാരി ആ പള്ളി വികാരി അംഗങ്ങളുടെ മാത്രമല്ല, ഇടവക അംഗങ്ങളുടെ മാത്രമല്ല, ആ പ്രദേശത്തെ ജനങ്ങളുടെ സാമൂഹികവും ആയും മറ്റ് കുടുംബപരമായിട്ടുമുള്ള
എല്ലാ വിഷയങ്ങളിലും ഇടപെടുവാനും തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങളും മാതൃകാപരമായ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുവാൻ അച്ഛന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പ്രസൻറ്റേഷൻ നടന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ സുദീർഘമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ആയുസ് ഇനിയും ദീർഘനാൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച പൂനാട്ട് കുടുംബാംഗങ്ങളെയെല്ലാം ഈ തന്നത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. നിങ്ങൾക്ക് വിനീതമായ നമസ്കാരം. Thank you, sir, for your heartfelt message. Next, we invite Mr. Eldo Abraham, ex-MLA. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ, സിസ്റ്റേഴ്സ്, പൂനാട്ട് കുടുംബത്തിലെ ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഈ മഹനീയമായ ചടങ്ങിൽ എനിക്ക് കൂടി കണ്ണിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പൂനാട്ട് മാത്യു അച്ഛൻ അദ്ദേഹത്തിൻ്റെ കടന്നു വന്ന നാൾ വഴികളിൽ എവിടെയൊക്കെയാണോ അച്ഛൻ്റെ കാൽപാദം എത്തിച്ചേർന്നത്, കൈകൾ സ്പർശിച്ചത്, അവിടെയെല്ലാം ചെന്നയിടങ്ങളിലെല്ലാം വിശ്വാസികളുടെ, പൊതുസമൂഹത്തിൻ്റെ, സഭയുടെ ശബ്ദം, സ്പന്ദനം വളരെ കൃത്യതയോടുകൂടി തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചതിൻ്റെ അനുഭവവുമാണ് നമ്മുടെ എല്ലാം മുൻപിലുള്ളത്. അച്ഛൻ നൽകിയ സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ സമ്പന്നമായ ഒരു കാലം മുഴുവൻ സമൂഹത്തിനാകെ നൽകിയ സംഭാവനകളും ഇടപെടലുകളുമെല്ലാം മഹത്തരമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് കല്ലൂർക്കാട് പള്ളിയിലാണെങ്കിലും മാറിയയിലാണെങ്കിലും എവിടെയൊക്കെയാണോ തൻ്റെ ചുമതല നിർവഹിക്കുവാൻ നിക്ഷിപ്തമായത് അവിടെയെല്ലാം ശോഭിക്കുകയും ഉത്തരവാദിത്തം അത് തികഞ്ഞ ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, വിനയാന്വിതനായി എല്ലാവരെയും ചേർത്ത് നിർത്തി തൻ്റെ കഴിവും പ്രാപ്തിയും ശേഷിയും അതെല്ലാം കർമ്മപദത്തിൽ കൃത്യതയോടുകൂടി എത്തിച്ചു എന്നുള്ളത് അച്ഛൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. നമുക്കെല്ലാം അറിയാം, സഭയുടെ ഭാഗമായി അതിൻ്റെ നേതൃത്വത്തിലുള്ള വൈദിക ശ്രേഷ്ഠർ, സിസ്റ്റേഴ്സ് അടിവരയിട്ടിപ്പോഴും പറയുന്നു, അവരെപ്പോഴും 100% ഹൃദയത്തിൽ നിന്ന് സേവനം മാത്രം സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ നൽകുന്നവരാണ്. അപ്പോൾ അത് സമാനതകളില്ലാത്ത സംഭാവനയാണ് ജീവിതത്തിലുടനീളവും നിർവഹിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പൂനാട്ട് കുടുംബം വളരെ വലിയൊരു കുടുംബമാണ്. ഈ ഒരു ചടങ്ങിൽ പൂനാട്ട് കുടുംബാംഗങ്ങളോട് വ്യക്തിപരമായി എനിക്ക് നൽകിയ, മുൻകാലങ്ങളിൽ ഇപ്പോഴും നൽകിയ സ്നേഹത്തിനും സഹകരണത്തിനും സഹവർത്തിത്വത്തിനുമെല്ലാം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛൻ്റെ സേവനം ഇനിയും തീർച്ചയായും സമൂഹത്തിന് കൂടുതലായി ലഭിക്കണം, അതിന് സാധിക്കട്ടെ. ഈ നവതി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ ആഹ്ലാദവും സന്തോഷവും ഈ സുദിനത്തിൽ, ഈ നേരത്ത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. Thank you, sir, for your presence and thoughtful message. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പകലോമറ്റം മഹാകുടുംബയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ട്രഷററും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പകലോമറ്റം കുടുംബയോഗത്തിൻ്റെ ബ്രാഞ്ചാണ്.
PC ചാക്കോ സാറെ 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. ആത്മീയതയുടെ ദീപശിഖയുമേന്തി നവതിയിലേക്ക് പ്രവേശിക്കുന്ന പൂനാട്ട് കുടുംബത്തിൻ്റെ അഭിമാന സ്തംഭമായ വന്ദ്യനായ മാത്യു പൂനാട്ടച്ച, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രശസ്തരും പ്രമുഖരുമായ സഹോദരി സഹോദരന്മാരെ, മർത്തോമാ ശ്ലീഹായിൽ നിന്നും മാമോദിസായും പൗരോഹിത്യവും ലഭിച്ച പിതാവിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണ് ഇന്ന് നവതി ആഘോഷിക്കുന്ന നമ്മുടെ പൂനാട്ട് മാത്യു സച്ചിൻ. തീർച്ചയായും അദ്ദേഹം കൊളുത്തിയ ആ വെളിച്ചം കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും പ്രകാശം വരുത്തിയിട്ടുണ്ട്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ കേവലം ആത്മീയ രംഗത്ത് മാത്രമല്ല, നാടിൻ്റെ നാനാവിധമായ നന്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ സേവനം പ്രയോജനപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നതിലേറെ സന്തോഷം. അതിനേക്കാളേറെ സന്തോഷം അദ്ദേഹം പൂനാട്ട് കുടുംബയോഗം സംഘടിപ്പിക്കുകയും ആ പൂനാട്ട് കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ തൻ്റെ കുടുംബാംഗങ്ങളെ പ്രേരിപ്പിക്കുകയും അങ്ങനെ കുടുംബസ്നേഹത്തിൻ്റെയും കുടുംബാഭിമാനത്തിൻ്റെയും ആ ഒരു വഴി നമുക്ക് കാട്ടിത്തരികയും ചെയ്ത മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹം. പകലോമ്പറ്റ മഹാകുടുംബയോഗം 35,000-ലധികം കുടുംബങ്ങളുള്ള, 12 ബിഷപ്പന്മാരുള്ള, 300-ലധികം പുരോഹിതന്മാരുള്ള, കേരളം നിറച്ച് മാത്രമല്ല ഇന്ത്യയുടെ മറ്റു ഭാഗത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യക്തി ശാഖകളുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ അഭിമാന ഭാജനമാണ് പൂനാട്ടച്ചൻ. പൂനാട്ടച്ചന് നവതിയിലേക്ക് കടക്കുമ്പോൾ, ഓഗസ്റ്റിൽ നവതിയിലേക്ക് പ്രവേശിക്കുന്ന പകലോമ്പറ്റ മഹാകുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ പകലോമ്പറ്റ മഹാകുടുംബയോഗത്തിൻ്റെ സ്നേഹാശംസകളും അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. കൂടുതൽ ആരോഗ്യത്തോടെ ഇനി പ്രവർത്തിക്കാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പകലോമ്പറ്റ മഹാകുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് ഫാദർ ജോസ് കോട്ടയിലിൻ്റെയും അതുപോലെ അതിൻ്റെ എല്ലാ പ്രവർത്തകരുടെയും പേരിലുള്ള ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദി ചാക്കോ സാറേ. നവതി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മറ്റുള്ളവരെ, ഞാൻ അധികം സമയം എടുക്കുന്നില്ല. 3 മിനിറ്റായിരുന്നു അച്ഛൻ പറഞ്ഞത്, എങ്കിലും 1 മിനിറ്റ് കൊണ്ട് തീർത്ത് പോയിക്കൊള്ളാം. മാത്യു അച്ഛൻ്റെ ഇനിഷ്യേറ്റീവും കരുതലും മൂലം പാലാ, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി, തിരുവനന്തപുരം എന്നീ 4 ജില്ലകളിലായിട്ട് കിടന്നിരുന്ന 32 പൂനാട്ട് കുടുംബങ്ങൾ ഏക കുടക്കീഴിൽ വരികയും അച്ഛൻ തന്നെ വന്ന് അത് കുടുംബയോഗത്തിൻ്റെ വാഴൂർ ശാഖ എന്ന പേരിൽ തുടങ്ങിയ ആ കുടുംബയോഗം ഇനാഗുറേറ്റ് ചെയ്യുകയും അത് ചെയ്ത ആ കടപ്പാടിൻ്റെ വെളിച്ചത്തിൽ അച്ഛൻ വിളിച്ചുടനെ മറ്റൊന്നും ആലോചിച്ചില്ല, ഞാൻ നേരെ ഇങ്ങി പോന്നു. അപ്പം അച്ഛന് വാഴൂർ ശാഖയുടെ പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം തുടർന്ന് ദൈവം അനുഗ്രഹിക്കുന്ന അത്രയും കാലം ആരോഗ്യത്തോടുകൂടി ആയിരിക്കുവാൻ അനുവദിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
അതോടൊപ്പം ഒരു ചെറിയ എളിയ ഒരു പ്രസൻറ്റേഷൻ എൻ്റെ പേഴ്സണൽ വകയായിട്ട് അച്ഛൻ ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ സഹായത്തിനും നന്ദിയായിട്ട് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Next, we call upon Advocate Baby P.V. Poonat, a senior advocate and valued elder of the Poonat family. ബഹുമാനപ്പെട്ട എൻ്റെ ചിറ്റപ്പനച്ച, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന മാന്യജനങ്ങളെ, ഞാൻ അധികം നീട്ടിയൊന്നും സംസാരിക്കുന്നില്ല. ചുരുക്കം 1-2 വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ചിറ്റപ്പനെ പറ്റി പറയാനാണെങ്കിൽ നവതി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും പറയുന്നില്ല. നമ്മുടെ പിതാവ് തന്നെയാണെങ്കിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചിറ്റപ്പനെ പറ്റി പറഞ്ഞു. അത് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പിതാവ് പറഞ്ഞതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ 90 വയസ്സ് ആയിരിക്കുമ്പോഴും ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിലും അതുപോലെ സ്വന്തം ആരോഗ്യം പരിപോഷിക്കുന്നതിലൊക്കെ കൃത്യത പുലർത്തിയിരുന്ന ഒരാളാണ് ചിറ്റപ്പനച്ചൻ. ഭക്ഷണ കാര്യത്തിലാണെങ്കിലും ആരോഗ്യകാര്യത്തിലാണെങ്കിലും ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി ആരോഗ്യത്തിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാൻ ചിറ്റപ്പൻ മറന്നുപോയിട്ടില്ല. അതുപോലെ അധികം ആർക്കും അറിയാത്ത ഒരു വശമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ദാനശീലനാണ് ചിറ്റപ്പനച്ചൻ. സംഭാവനകൾ കൊടുക്കുക, പാവപ്പെട്ടവർക്കാണെങ്കിലും അർഹതപ്പെട്ടവർക്കാണെങ്കിലും അനാരോഗ്യമുള്ളവർക്കാണെങ്കിലും സംഭാവനകൾ കൊടുക്കുക, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് കരുതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ ചിറ്റപ്പനച്ചൻ. അതുപോലെ സ്വന്തം കാര്യങ്ങൾ ഇത്ര കൃത്യനിഷ്ഠയോടുകൂടി നമ്മുടെ ആധുനികമായിട്ടുള്ളതായ ഈ നമ്മളെ മീഡിയകളിലും ഒക്കെ കാണുന്നതായ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മൊബൈല്, കമ്പ്യൂട്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ഒരു ചെറിയ ചെറുപ്പക്കാരനേക്കാളും കൂടുതലായിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ചിറ്റപ്പനച്ചൻ. കാരണം ചില യുവാക്കൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ ചിറ്റപ്പനത് കൈകാര്യം ചെയ്യും. പല ചെറുപ്പക്കാരുടെ അടുത്തും പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയും സംശയങ്ങൾ തീർക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യമായിട്ട് നമ്മളെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഇടയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ഒരു ടെക്നോളജി കൈകാര്യം ചെയ്യുന്നില്ല. ഇപ്പോഴും ഈ 90 വയസ്സിലും കാർ ഓടിച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നതാണ്. ഈ തിരക്ക് പിടിച്ച റോഡുകളിലാണെങ്കിലും ഒരുമാതിരി കുന്നും മലയുള്ള സ്ഥലങ്ങളിൽ കൂടെ ആണെങ്കിലും ആ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫെക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്വന്തം കാര്യം കൃത്യതയോടെ പുലർത്തിയതുകൊണ്ടാണ് ഈ വയസ്സിലും ഒരു ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കാരണം ഇപ്പോഴുള്ള തലമുറയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള യുവജനങ്ങൾക്കോ സാധിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ 90 വയസ്സിലും ചിറ്റപ്പനച്ചൻ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതൊക്കെ ഒരു മാതൃക തന്നെയാണ്. അതുപോലെ ചിറ്റപ്പൻ്റെ പ്രവർത്തന മേഖലയെല്ലാം വിശദമായിട്ട് പല പ്രാസംഗികരും പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ അവസരത്തിൽ നവതി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആരോഗ്യത്തോടുകൂടി ഇനിയും ചിറ്റപ്പൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്കൊരു മാർഗദീപമാണ്, മാർഗദർശിയാണ്. അത് അണയരുത്. എല്ലാവിധ മംഗളങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you for your heartfelt blessings. At this joyful moment, the Poonat Family Association would like to present a special gift to our beloved father Matthew Poonat as a symbol of love,
respect and gratitude from the entire family. അതോടൊപ്പം അച്ഛൻ ഒരു പൊന്നാട അണിയിക്കുന്നതാണ്. ഇന്നത്തെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്ത അഭിമന്യ പിതാവേ, ജന്മദിനം ആഘോഷിക്കുന്ന ചിറ്റപ്പ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പൂനാട്ട് കുടുംബയോഗം ഇന്ന് നമ്മുടെ ചിറ്റപ്പൻ്റെ 90ാം ജന്മദിനം ഇവിടെ ആഘോഷിക്കുകയാണ്. ഈ നവതി നിറഞ്ഞിരിക്കുന്ന ഈ നിറവിൽ അദ്ദേഹത്തിന് പൂനാട്ട് കുടുംബയോഗത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. പൂനാട്ട് കുടുംബയോഗം 2000 പൊതുയോഗത്തോടു കൂടി ആരംഭിച്ചതാണ്. ഇന്ന് അത് സിൽവർ ജൂബിലി വർഷമാണ്. 25 വർഷം പൂർത്തിയാക്കി. മെയ് മാസം 1-ാം തീയതി വളരെ മനോഹരമായി ആ സിൽവറി ആഘോഷം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. എല്ലാ വർഷവും മെയ് മാസം 1-ാം തീയതി പൂനാട്ട് കുടുംബയോഗമുണ്ട്. അതിന് യാതൊരു മാറ്റവും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. ഈ കുടുംബയോഗം തുടങ്ങിയപ്പോൾ മുതൽ ഈ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റായി നമ്മുടെ ചിറ്റപ്പൻ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് കൂടുതൽ നാളുകൾ അങ്ങനെ പ്രസിഡന്റായി തുടരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ നവതി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന് നമ്മളൊരു ഷാൾ അണിയിക്കുകയും അതുപോലെ തന്നെ കുടുംബയോഗത്തിൻ്റെ ഒരു പ്രസന്റേഷൻ ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബ കമ്മിറ്റി അംഗങ്ങളായ സോജുവിനെയും അതുപോലെ തന്നെ മാത്യൂസ് കുര്യനെയും ക്ഷണിക്കുകയാണ്. ചിറ്റപ്പൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ കുർബാന ചൊല്ലിയ ശേഷം ആദ്യം നടന്ന ഒരു ചടങ്ങാണ് മാമോദിസ. ആ മാമോദിസയിൽ ആദ്യം മാമോദിസ മുക്കിയതാണ് മാത്യൂസ് കുര്യൻ. അദ്ദേഹത്തിനെ കൊണ്ടാണ് ഞങ്ങളിന്ന് പൊന്നാടി അണിയിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മാമോദിസ മുക്കിയത് മാത്യൂസ് കുര്യനാണ്. അദ്ദേഹത്തെയും ട്രഷറർ സോജുവിനെയും ഞാൻ സ്റ്റേജിൽ ക്ഷണിക്കുകയാണ് പൊന്നാടി അണിയിക്കാനായിട്ട്. രണ്ടു ദിവസം നീക്കി. അതോടൊപ്പം തന്നെ പൂനാട്ട് കുടുംബയോഗത്തിൻ്റെ ഒരു ഗിഫ്റ്റ് കൂടി കൊടുക്കുകയാണ്. വെള്ളയാങ്കുടിയിൽ നിന്ന് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അവരെ ക്ഷണിക്കുന്നു. മറുപടി അല്ലേ? അടുത്ത മറുപടി പ്രസംഗം പറഞ്ഞു. ഔതക്കുട്ടി, മുളങ്ങാശ്ശേരി, വെള്ളയാങ്കുടി. Thank you. We are now blessed to hear a few words from the man at the heart of today's celebration. With love and gratitude, I now invite Reverend Father Matthew Poonat to share his thoughts and blessings with us. ഒത്തിരിയേറെ പ്രസംഗങ്ങളും ആശംസകളെല്ലാം നിങ്ങൾ കേട്ടു. നിങ്ങൾ തന്നെ മടുത്തിരിക്കും. അതുകൊണ്ട് ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല.
ഒത്തിരിയേറെ നന്ദി പറയാനൊരു അവസരമാണിത്. ഇന്നലെ, അതായത് 2025 ജൂൺ മാസം 27-ാം തീയതി എൻ്റെ ജന്മദിനമാണ്. ഇന്നലെ ഞാൻ 89-ാമത്തെ വയസ്സിലായിരുന്നു. ഇന്ന് ഞാൻ 90-ലേക്ക് കാലെടുത്ത് വെച്ചു, 28-ാം തീയതി. ഇത്രയും നാളൊക്കെ ജീവിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വലിയ ചികിത്സയോ ക്യാൻസറോ അറ്റാക്കോ ഇങ്ങനെ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. എല്ലാം ദൈവാനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇതുപോലൊരു അവസരത്തിൽ ഇതുപോലൊരു വേദി ഉണ്ടാകാനായിട്ട്, വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി, പ്രത്യേകിച്ച് മഴക്കാലത്ത് അവരെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ വലിയൊരു ഗ്യാതറിങ് ഇവിടെ വേണമെന്ന് എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കേവലം വാഴപ്പള്ളിയിൽ അവിടെയുള്ള ഏതാനും കോൺവെൻറ്റുകളും ഏതാനും ആശ്രമങ്ങൾ, ലൊറേറ്റ് ആശ്രമം അതിലുള്ള ആശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൂവാറ്റുപുഴ ഇടവപ്പള്ളിയിലെ കീഴിലുള്ള മൂവാറ്റുപുഴ ഇടവപ്പള്ളിയുടെ കീഴിലുള്ള മറ്റ് പള്ളികൾ, ഇങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു 100-ൽ താഴെ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറിയ പരിപാടി നടത്താനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നടത്താനായിട്ട് ആലോചിച്ചപ്പോഴാണ് ഇത് മൂവാറ്റുപുഴ ഈ ഓഡിറ്റോറിയത്തിൽ നടത്താനായിട്ട് വീട്ടുകാരെല്ലാവരെയും തന്നെ പങ്കെടുപ്പിച്ച് നടത്തിയാൽ മതിയെന്നുള്ളൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ എന്നോടൊരു നിർബന്ധമായിട്ട് പറഞ്ഞ വീട്ടുകാരാണ്. അപ്പം അന്ന് മുതലാണ് ഈ പരിപാടി കുടുംബയോഗക്കാർ ഏറ്റെടുക്കുകയും ഇതെല്ലാം നടക്കുന്നത് കുടുംബയോഗക്കാരുടെ ആഭിമുഖ്യത്തിലാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യപരിപാടികൾ കാണുന്ന പല കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടുകാർ അല്ലെങ്കിൽ ഞങ്ങളുടെ പിള്ളേർ തന്നെയാണ്. ജ്യേഷ്ഠന്മാരുടെയും സഹോദരങ്ങളുടെയൊക്കെ മക്കളാണ്. എല്ലാവരും പൂനാട്ടുകാരാണ്. അതുകൊണ്ട് ഒത്തിരിയേറെ നന്ദി എല്ലാവർക്കും പറയുന്നു. പ്രത്യേകിച്ച് അഭിവന്യ 2 പിതാക്കന്മാർ, പുന്നക്കോട്ടിൽ പിതാവും മണത്തിക്കണ്ടത്തിൽ പിതാവും, അതുപോലെ തന്നെ 84 വയസ്സ് പൂർത്തിയാക്കി PJ ജോസഫ് ഇവിടെ വന്നു. ഇത്രയും പ്രായമുള്ള ആളാണ് എങ്കിൽ തന്നെയും വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഇവിടെ വന്നു. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് കോട്ടയം MP ആണ്. ഞാൻ പ്രത്യേകം പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരിയേറെ തിരക്കുള്ള ആളാണ്. കുഴൽനാടൻ നാളെ വീട്ടിൽ വന്ന് ആശംസിക്കാമെന്ന് ഏറ്റെടുക്കുകയാണ്. പുള്ളി തിരുവനന്തപുരം പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന് വരാനിരുന്നാണ്. ഇപ്പോൾ സാധിക്കാത്തതുകൊണ്ട് നാളെ വീട്ടിൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബിയാരി കണ്ടാൾ പായസം മല്ലേക്കണ്ടത്തിൽ സുഖമില്ലെന്നെ ചെറിയൊരു ഫ്രാക്ചർ കയ്യിലുണ്ടായി. ഒത്തിരി സീരിയസ് ഒന്നും അല്ല, എങ്കിൽ തന്നെയും അത് കാരണം വരില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വളരെ സന്തോഷസമേതം ഇന്നലെ ഞാൻ അച്ഛൻ്റെ ഡോക്ടർ മല്ലേക്കണ്ടത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹം സന്തോഷസമേതം വന്നിരിക്കുന്നു. പള്ളിയിലെ വിചാരിച്ചൻ ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട് 1990 മുതൽ അച്ഛനെനിക്ക് പരിചയമുണ്ട്. അച്ഛൻ്റെ വീട് ഐറേഞ്ചിലായിരുന്നു അന്ന് ഒരു കാലത്ത്. അന്ന് മുതൽ ഈ പിച്ചളക്കാട്ടച്ഛൻ എനിക്ക് വളരെ പരിചയമുണ്ട്. 1990 മുതൽ നെല്ലിപ്പാറ ഇടവകാരായിരുന്നു അവർ. ഇപ്പോൾ അവിടെ നിന്നെല്ലാം വെറ്റുപെറുക്കി ഊന്നയിൽ ഇടവയിലാണ് താമസിക്കുന്നത്. അച്ഛൻ ഇവിടെ വരുന്നതിന് മുമ്പ് കല്ലൂർക്കാട് ഇടവപ്പള്ളി വികാരിയായിരുന്നു. അതിന് മുമ്പ് ന്യൂമാൻ കോളേജിലെ വൈസ് പ്രിൻസിപ്പലായിട്ട് സേവനം അനുഷ്ഠിച്ചു വരികയാണ്. ചെറിയ പള്ളികളിൽ പലയിടത്തും ഇരുന്നിട്ടുണ്ട്. കോളേജിൻ്റെ ചാർജ് വഹിച്ചിരുന്ന കാലത്തും അതിന് തൊട്ട് മുമ്പും. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടികളൊക്കെ ഇത്രയേറെ വിജയിപ്പിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ വിജയിപ്പിച്ചത് നമ്മുടെ ഈ പള്ളിയിലെ വികാരി ഡോക്ടർ പിച്ചളക്കാട്ടാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ നടത്താനെത്തിയ മുനിസിപ്പൽ ചെയർപേഴ്സൺ എൽദോസ് PP, അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ, ജോസഫ് വാഴക്കൻ, അതുപോലെ ബാബു പോൾ തൃക്കളത്തൂരിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഇവിടെ എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. ഏതാണെങ്കിലും വളരെ സന്തോഷം. ഇത്രയും മഴക്കാലത്ത് ഈ ബുദ്ധിമുട്ടുകളും എവിടെയും വാഹനത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ശല്യം ഉള്ളപ്പോൾ തന്നെ ഈ ഇത്ര അകലെ നിന്നൊക്കെ ബുദ്ധിമുട്ട് വരുമോയെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ സന്തോഷ സമേതം നമ്മുടെ ബാബു പോളിവിടെ എത്തി. PC ജോസഫ് XMLA മാറിയ ഇടവയാണ് പൊന്നാട്ട്. ഞാൻ ശരിക്കും അറിയുന്നതാണ്. അദ്ദേഹം വന്ന് പോകാൻ ധൃതിയുള്ളതുകൊണ്ട് പെട്ടെന്ന് പോയി. പിന്നീട് ഞങ്ങളുടെ എൽദോ എബ്രാഹിം ഇവിടെയുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീട് ആഗി കല്ലൂർക്കാടാണ്. ആഗിയും കൊച്ചും ഇവിടെ ഈ സദസ്സിലുണ്ട്. അതുകൊണ്ട് എന്നുള്ള സ്നേഹം മൂലമാണ് ഈ എൽദോ എബ്രാഹിം ഇവിടെ എത്തിയിരിക്കുന്നത്. സിനി ബിജു പൂനാട് ഞങ്ങളുടെ തന്നെ ആളാണ്.
ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഇവിടുത്തെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണാണ്. അതുകൊണ്ട് എന്നോടുള്ള ബഹുമാനാർത്ഥവും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ബഹുമാനവും ആദരവും പ്രമാണിച്ച് ഇവിടെ എത്തി ഇതിൽ പങ്കെടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, ആരെയും ഉപേക്ഷിക്കാൻ ഞാൻ പറയും, എല്ലാവർക്കും വേണ്ടി താങ്ക് യു വെരി മച്ച്. Thank you, Father, for your heartfelt words of reflection and gratitude.